പറയുന്നുണ്ട്. ആ 5 അടയാളങ്ങളാണ് ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിലുള്ളത്. സൂറത്തുൽ അൻഫാൽ പ്രാരംഭ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ വിശ്വാസികൾക്ക് വിശദീകരിക്കുന്ന ആയത്ത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വിശ്വാസികൾ യഥാർത്ഥത്തോടു കൂടെ ജീവിക്കുന്നവരാവണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കണമെങ്കിലോ യഥാർത്ഥ വിശ്വാസിയാവണം. അതുകൊണ്ടാണ് പൂർവീകരായ ആളുകളൊക്കെ ആ നിലക്ക് നിലകൊണ്ടത്. വിശ്വാസിയാവുക എന്നതിൽ അഭിമാനം കൊണ്ടവരാണ്. ഒരു ദിവസം മഹാനരായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇങ്ങനെ സുബ്ഹ് നിസ്കരിച്ചതിന്റെ ശേഷം അവിടുന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൈഫ അസ്ബഹത യാ ഹാരിസ, എന്തൊക്കെയുണ്ട് സയ്യിദേ വിശേഷങ്ങൾ, സയ്യിദ് ഇബ്നു ഹാരിസ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അസ്ബഹതു മുഅ്മിനൻ ഹഖാ, ഞാൻ ഒരു ശരിയായ വിശ്വാസിയാണ്, ശരിയായ ആദർശമുള്ളവരാണ്. നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ തിരിച്ചു ചോദിച്ചു, ഇന്ന ലികുല്ലി ശൈഇൻ ഹഖീഖതൻ വമാ ഹഖീഖതു ഖൗലിക, എന്താണ് ഫമാ മിസ്ദാഖു ഖൗലിക, നിങ്ങൾ പറയുന്നത് യഥാർത്ഥമാണ് എന്നുള്ളത് പറയാൻ കാരണം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഞാൻ രാത്രി കടക്കുമ്പോൾ നേരം പുലരുന്നത് വരെ ജീവിക്കും എന്ന് ഉറപ്പിക്കാറില്ല. ഞാൻ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത് നിസ്കാരത്തിന്റെ മുമ്പ് ഒരുപക്ഷെ എന്റെ അവസാനത്തെ ളുഹറായിരിക്കും, ഒരുപക്ഷെ എന്റെ അവസാനത്തെ അസറായിരിക്കും, ഒരുപക്ഷെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ എന്റെ ഒടുവിലത്തെ മഗ്രിബിയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഞാൻ മരണത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാറുണ്ട് എന്ന് തുടങ്ങി കുറെ വിശേഷണങ്ങൾ പറഞ്ഞതായി കാണാം. അഥവാ വിശ്വാസിയാവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ വിശ്വാസിയുടെ ഒന്നാമത്തെ ലക്ഷണം അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിന്റെ ആദർശത്തെക്കുറിച്ച്, യജമാനനായ റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം പരിവർത്തന വിധേയമാവാൻ തയ്യാറാവും. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെന്നാണ്. നാം പലതും കേൾക്കാറുണ്ട്, പലതും അറിയാറുണ്ട്, പലതും താല്പര്യപ്പെടാറുണ്ട്, പല ഭാഗങ്ങളിലേക്കും പോവാറുണ്ട്, പലതും നമുക്കിഷ്ടമാണ്, പലതിലും നമുക്ക് അനിഷ്ടമാണ്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് യജമാനനായ റബ്ബിനെ കുറിച്ച് പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും, ഹൃദയത്തിന് മാറ്റമുണ്ടാകുമെന്നാണ്. ഹൃദയാന്തരങ്ങളിൽ അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ മാറ്റത്തിന് തയ്യാറാവും. മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർക്ക് വിജയിക്കാൻ കഴിയില്ല. ജീവിതം മാറ്റത്തിനുള്ളതാണ്. തെറ്റായ മേഖലയിലൂടെയാണോ സ്ട്രൈറ്റ് വേയിലൂടെ, ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. അതിന് നന്മ മോട്ടിവേറ്റ് ചെയ്യുന്ന മനസ്സ് വേണം. അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റ് സംഭവിച്ചിരിക്കാം. എന്നാൽ ആ തെറ്റ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരണം എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം. നിങ്ങൾ നോക്ക്, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഒരു വലിയ മഹാനാണ് അബ്ഖരിയുൽ ഖുർദി. കൂക്കുപോരാ. മഹാനരായ അബ്ഖരിയുൽ ഖുർദി എന്ന് പറയുന്നവർ ജീവിതത്തിന്റെ യൗവനത്തിന്റെ ആ പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് തെറ്റു പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കൂട്ടുകാരോടൊത്ത് കൊള്ളയടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് കൊള്ളയടിക്കൽ. ഇപ്പോഴുണ്ടല്ലോ കടൽ കൊള്ളക്കാരെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പല ഭാഗങ്ങളിലും കാണാം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പോക്കറ്റടി ഉണ്ടായിരുന്നു. അപ്പൊ പോക്കറ്റിൽ കാശ് വെക്കാത്തതുകൊണ്ട് പോക്കറ്റടി ഇല്ല, വേറെന്തൊക്കെ അടികളാണ് ഉള്ളത് അല്ലേ?
ബഹുമാനപ്പെട്ട അബ്ഖരിയിൽ കുർദിയും കൂട്ടുകാരും ഇങ്ങനെ പോവാണ്, കൊള്ളയടിക്കണം. അപ്പൊ ആരെങ്കിലും വരാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആളുകളെ ഒരു ഭാഗത്തൊരു മലയുടെ മുകളിൽ കയറ്റി ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഏറ്റവും മുകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കുകയാണ്. അടുത്ത കോൾ ഏതാണ്, അടുത്തയാൾ ആരാണ് വരുന്നത് എന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആളുകളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ താഴെ ഒരു മുറിഞ്ഞ തലപ്പ് പോയ മരം കണ്ടു. ഒരു ഈത്തപ്പന മരമോ അതല്ലെങ്കിൽ ഒരു പനയോ, ഇടിവെട്ടിയിട്ട് തല പോയിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മൾ ഉദാഹരണം പറയാറുണ്ടല്ലോ, ചിലപ്പോൾ ഏതെങ്കിലും മേഖലയിൽ കുടുങ്ങിയാല് തല പോയ തെങ്ങ് പോലെ എന്നൊക്കെ പറയാറുണ്ട്. ആ മുപ്പര് അങ്ങനെ ഈ തല പോയ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു ദ്വാരമുണ്ട് മുകളിൽ. ആ മുകളിലെ ദ്വാരത്തിൽ ഒരു പാമ്പ്, തൊട്ട താഴെയാണ് ഒരു വലിയ ഒരു കണ്ണ് കാണാത്ത ഒരു സർപ്പം, അതിങ്ങനെ വാ പൊളിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ചില സർപ്പങ്ങൾ, ചില പാമ്പുകൾ ഇങ്ങനെ തൊള്ള പൊളിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ വാ പൊളിച്ചിങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അബ്ഖരിയിൽ കുർദി ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയപ്പോ ഒരു പക്ഷി ഇങ്ങനെ കൊണ്ടുവന്ന് അതിന്റെ വായ കൊണ്ട് ഒരു ജീവിയെ കൊണ്ടുവന്ന് ഈ പാമ്പിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുക. അത് ആർത്തിയോടെ ഇങ്ങനെ കഴിച്ചു. വീണ്ടും അത് പോയിട്ട് മറ്റൊരു ജീവിയുമായി, ഒരു പ്രാണിയുമായി വന്നു ഈ കണ്ണ് കാണാത്ത സർപ്പത്തിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അത് വെച്ചു കൊടുത്തത് അങ്ങനെ തന്നെ കഴിച്ചു. ഇങ്ങനെ കണ്ടപ്പോ അബ്ഖരിയിൽ കുർദി ചിന്തിച്ചു, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന വിഷജീവിയായ കണ്ടാൽ കൊലപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു സർപ്പത്തിന്, പ്രായമായ പാമ്പിന്, അന്ധനായ പാമ്പിന് ഈ പക്ഷി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമ്പോ ജനങ്ങൾക്ക് സേവനം ചെയ്യാനും സഹായിക്കാനും നിർദ്ദേശിക്കപ്പെട്ട ഞാനടക്കമുള്ളവർ ജനങ്ങളെ ദ്രോഹിക്കുകയാണല്ലോ. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, ഗുണകരമായ മേഖലയിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത് വലിയ നേട്ടമുണ്ടാക്കുന്ന വിഷയമല്ലേ? ഞാനെന്ത് ധിക്കാരിയാണ്. ഉടനെ അവിടുന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് കണ്ണുനീരണിഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നമുക്ക് പോവാം. എങ്ങോട്ട്? ആരെയും കണ്ടില്ലേ? ഇല്ല, ഇനി ഏർപ്പാടിന് ഞാനില്ല. ഒരിക്കലും നമ്മളിത് ചെയ്യുന്നത് ശരിയല്ല. യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്കാണ് നമുക്ക് പോവാനുള്ളത്. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ വഅലൈഹി തഖ്ദുമൂൻ. യജമാനനായ റബ്ബിന്റെ അടുക്കലേക്കാണ് പോവാനുള്ളത്. അർഹമുർ-റാഹിമീനായ റബ്ബിന്റെ അടുക്കൽ ഈ ദ്രോഹത്തിന്റെ ചീട്ടുമായി പോകുമ്പോ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇനി ഒരിക്കലും നമ്മൾ പോവണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ടവരും ഈ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് അവരെല്ലാവരും പശ്ചാത്തപിച്ചു മടങ്ങി. അങ്ങനെ പോവുകയാണ്. ഏതെങ്കിലും നാട്ടിൽ പോയി നല്ല മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കണം, നല്ല ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കണം, നല്ല ബോധത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, കളങ്കരഹിത മനസ്സുമായി റബ്ബിന്റെ അടുക്കൽ ചെല്ലണം എന്ന ജിജ്ഞാസയിൽ, താൽപര്യത്തിൽ, അതുപോലെ പൂർവകാല ചെയ്തികളെക്കുറിച്ചുള്ള ആകുലതയിൽ, പശ്ചാത്താപ മനസ്താപത്തോടുകൂടെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം, ഇന്ന് വരെ ഭക്ഷണം കഴിച്ചത് കൊള്ളടിച്ചിട്ടാണ്. ഇപ്പൊ ആ പണിക്കില്ല, വേറെ പണിയൊന്നോട്ട് പഠിച്ചിട്ടുമില്ല. ചില ആൾക്കാരുണ്ടാകുമല്ലോ, വേറെ ആകെ സ്ഥലക്കച്ചവടം അവർക്ക് അറിയുള്ളൂ. അത് മുട്ടിയഞ്ഞ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അങ്ങനെ കടയിൽ നിന്നപ്പോ ഏറി എന്നാ എന്താ കിട്ടുക, ഒരു 10,000-15,000 കിട്ടും, അതുകൊണ്ട് ഇപ്പൊ എന്താ ചെലവ് ചെയ്യോ എന്നൊക്കെയുള്ള ഇങ്ങനെ എന്താണ് ആലോചിച്ച് നോക്കിയാൽ ചെലവ് ചെയ്യോ ഉറപ്പാണ്. എങ്ങനെയാണെങ്കിലും 9,000, 5,000 റുപ്യ, 4,000 റുപ്യ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എത്ര കിലോ അരി ഒരു കുടുംബത്തിന് വേണ്ടി വരിക? വളരെ കുറവാണ്. റീചാർജിന്റെയും അതുപോലെ മറ്റുള്ള വിഷയങ്ങളും ഈ വാട്സപ്പും കൊണ്ട് ഒഴിവാക്കിയത്. അങ്ങനെ അത്യാവശ്യത്തിന് വിളിക്കുക, പോവുക, അതുപോലെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് കുറെ നിയന്ത്രണമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെ പണിയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, വേറൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ചുളിവിലൂടെ എങ്ങനെ കായ് ഉണ്ടാക്കുക, അതെങ്ങനെയെന്നുള്ളതാണ് എല്ലാവരും ഉണ്ടാകല്, അല്ലേ?
എന്നാൽ ഇവരും തന്നെ പണിയൊന്നോട്ട് പഠിച്ചിട്ടില്ല. എന്താ ചെയ്യുക? പൈക്കൽ തുടങ്ങി, വിശക്കൽ തുടങ്ങി, വിശപ്പ് തുടങ്ങി. ഒരു വേളയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോയി. ഒന്നെന്താ ഓലും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചിലപ്പോൾ വരമ്പെങ്ങനെ വേണം കാരണം ആ പോണ സമയത്ത് എന്താണ് തേങ്ങ ഇന്നാളിട്ട് ഇളന്നീന്നും ഇനി ഇടാനുള്ള ഇളന്നീന്നും അങ്ങനെ ചിലപ്പോ അങ്ങനെ ഉണ്ടാകും. അവ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാവട്ടെ. അതൊരു കഥ പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ മുഅ്മിനീങ്ങളൊക്കെ പള്ളിയിൽ ഒരുകൂടുന്ന പെട്ടത് നിരിച്ച ചിഹ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. അവ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പോകുക, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്ഷീണിച്ച് യാത്ര പോകുമ്പോ ഒരു ചെറിയ കുടിലിൽ നിന്ന് പ്രായമായ ഒരു ഉമ്മ ആ ഉമ്മ വിളിച്ചു ചോദിക്കുന്നു, കൂട്ടരെ ഒന്ന് നിൽക്കണം, എന്നവരുണ്ടോ? ഞാനാണ് സാധു. ഉടനെ തന്നെ ആ ഉമ്മ പറഞ്ഞു, മോനെ അടുത്ത് വരിക, ഭക്ഷണം കഴിച്ചു പോവുക. ഇത് ഹബീബായ നബി സല്ലല്ലാഹുകളെ ാൻ വേണ്ടി ഏൽപ്പിച്ചാണ്. മുമ്പ് സൂചിപ്പിച്ച് ഗ്രന്ഥത്തിലൂടെ വന്ന് തന്നത് യാഥാർത്ഥ്യമായതാണ്. നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തടവിൽ വെക്കപ്പെട്ട സമയം ബഹുമാനപ്പെട്ടവരുടെ വീട് വളഞ്ഞു കുറെ ആളുകൾ. അങ്ങനെ വീട് വളഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഒരിറക്ക് വെള്ളം പോലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം രാത്രി സമയം ഒരുപാട് ആളുകൾ വിശ്രമിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ വിശ്രമിക്കുന്ന വേളയിൽ വന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇറാഖിന്റെ ബോർഡറിലെത്താം, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് സൻആയിലേക്ക് തിരിക്കാം, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇറാനിലെത്താം. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി ഈ അപകടകരമായ നിലയൊന്ന് തരണം ചെയ്തുകൂടെയെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖലീഫ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫ, സ്വർഗം കൊണ്ട് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട മൂന്നാമത്തെ മെമ്പറായ മഹാനരായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞതെന്താ? ഇത് മദീനയാ, ഈ മദീനയിലാണ് വ ഇന്ന ഫീഹാ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജിവാറുൻ നബി അഹബ്ബു ഇലയ്യ. അവരെന്നെ തുണ്ടം തുണ്ടമായി കൊലപ്പെടുത്തിയാലും ഞാൻ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം മദീന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുള്ള മണ്ണാണ്, അവിടുത്തെ ആത്മീയ പവർ നിലനിൽക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എവിടേക്കും പോരാനില്ല. നോമ്പുകാരനാണ്, വൈകുന്നേരമായി ഊരിറക്ക് വെള്ളം കിട്ടിയിട്ട് വേണം നോമ്പ് തുറക്കാൻ. പക്ഷേ നോമ്പ് തുറക്കാൻ വെള്ളം കൊടുക്കുന്നില്ല, ഈത്തപ്പഴം കൊടുക്കുന്നില്ല. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ അവിടുത്തെ സംഭാഷണവും 3-4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടുന്ന് നോമ്പ് തുറക്കാതെ അങ്ങനെ ഇരിക്കാം. നായിലത്ത് റളിയല്ലാഹു അൻഹ അവരോട് പോയിട്ട് ഭാര്യ ചോദിച്ചു, ഒരു കപ്പ് വെള്ളം ഒന്ന് തൊണ്ട നനയ്ക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നിങ്ങൾ തരുമോ? തരൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12,000 സ്വർണ്ണ നാണയം കൊടുത്തു വാങ്ങി വഖഫ് ചെയ്ത കിണറ, അതിന് ഒരു തുള്ളി വെള്ളം തരൂല എന്നാണ് പറഞ്ഞു. അങ്ങനെ ടൈം അങ്ങനെ കുറെ കഴിഞ്ഞു. സുബഹിന്റെ ടൈമിൽ നായില റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കപ്പ് വെള്ളം എവിടുന്നൊക്കെയോ തപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ വെള്ളം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ട. വൈദൽ ഫജ്റു ഖത്തല, സുബഹിയായിരുന്നു, ഞാൻ നോമ്പുകാരനാണ്,
പക്ഷേ നോമ്പ് കണ്ടിന്യൂ ആയി 2 നോമ്പ് എടുക്കാൻ പാടില്ല. ഒരു നോമ്പെടുത്തത് തുറക്കണം, 48 മണിക്കൂറും കൂടി നോമ്പ് എടുക്കുക, അങ്ങനൊന്നുമില്ല. അതായത് നോമ്പ് തുറക്കാതെ അടുത്ത നോമ്പ് ആരംഭിക്കാൻ പാടില്ല. അത് അനുവദിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വെള്ളം പോലും കിട്ടാതെ പിന്നെ നിങ്ങൾ എങ്ങനെ നോമ്പ് തുറന്നത്? മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തലഅ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് വെളിപ്പെട്ടു, മുകളിലൂടെ വെളിപ്പെട്ടു, ബിൻ ഹാദ സഖഫ്, മുകളിലൂടെ വന്നു, വമഅഹൂദൽ മിനൽ മാ, ഒരു ബക്കറ്റ് നല്ല ശുദ്ധജലവുമായിട്ടാണ് എന്റെ അടുക്കൽ വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, വഖാല യാ ഉസ്മാൻ ഇശ്റബ്, കുടിക്കൂ ഉസ്മാനെ. ഞാൻ കുടിച്ചു. സുമ്മ നഹിൽതു, വീണ്ടും ഞാൻ മതിവരുവോളം കുടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നോമ്പെന്റെ അടുക്കൽ തുറക്കാം. അഥവാ ആ പകലിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊല ചെയ്യപ്പെടും എന്ന് പറയുന്ന ആ വാർത്തയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ ഇനി ഒരു പക്ഷേ എന്നെ അടുക്കലായിരിക്കും നോമ്പ് തുറക്കലുണ്ടാവുക, നാളെ നോമ്പ് തുറക്കാം, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഈ ചരിത്രം മുമ്പൊരിക്കലും മുജാഹിദിന്റെ പുസ്തകത്തിൽ ശബാബ് വാരികയിൽ ഇങ്ങനെ അച്ചടിച്ചു വന്നു. അച്ചടിച്ചു വന്നപ്പോൾ നമ്മൾ മുഖാമുഖത്തിലൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ 4 കൊല്ലത്തിന്റെ ശേഷം തിരുത്തി, അത് സ്വപ്നത്തിലേന്നു. അപ്പൊ ഒരാള് അസർക്കാണ് കടന്നുറങ്ങി നിൽക്കുക. ഇശാക്ക നീച്ചതെങ്കിൽ കാരക്ക കൊണ്ടേ കൊടുത്തപ്പോ ഞാൻ നോമ്പ് തുറന്നു. എന്തേ കിനാവിൽ എനിക്കൊരാള് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം തന്നീന്നു എന്ന് പറഞ്ഞാൽ നോമ്പ് സഹ്യ, അതങ്ങനെ പറ്റുമോ? ഈ കിനാവിൽ നോമ്പ് തുറന്നാൽ കൂട്ടുമോ? അതിൽ ലുഹറിക്ക് എന്തായി, നമ്മൾ കുറച്ചേരം കടന്നുറങ്ങി. നല്ല വലിയൊരു ജമാഅത്തിൽ ലുഹർ ഫുള്ളാണ് നിസ്കരിച്ചു. അപ്പൊ ഭാര്യ കഥ ആയിക്കണു. എന്ത് കഥ ആകണു? ഞാൻ ഇപ്പം നിസ്കരിച്ചിട്ടാ വരുന്നത്, എന്റെ വയന്ന ജമാഅത്തൊന്നുമല്ല, 100 ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ ഇപ്പം നിസ്കരിച്ചു കൊടുത്ത്. അതുകൊണ്ട് കിനാവിൽ നിസ്കരിച്ചാൽ കൂട്ടുമോ? കൂട്ടൂലല്ലോ. ഇപ്പൊ നമ്മൾ കിനാവിൽ എന്തായി, ബാങ്കിൽ പൈസ ഇട്ടു നിൽക്കുക, ATM വിളിച്ചിട്ടാ കിട്ടുമോ? കിട്ടൂല. എന്നാൽ സ്വാലിഹീങ്ങളുടെ സ്വപ്നത്തിന്റെ വിഷയം മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയാണതാണ് അബ്ഖരിയുൽ ഖുർദി തങ്ങൾക്ക് ലഭിച്ചത്. അല്ലാഹുവെ കുറിച്ചുള്ള പരാമർശം മനതലങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോ ബഹുമാനപ്പെട്ട അബ്ഖരിയുൽ ഖുർദി എന്നവർ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിധിവിലക്കുകളെ മാനിച്ച് തഖ്വയിൽ അധിഷ്ഠിത ജീവിതം നയിക്കാൻ ആധ്യാത്മിക മേഖലയിലെ ഉത്തുംഗതയിലെ ഉയരങ്ങളിലേക്ക് ഉന്നതരായി വാഴ്ത്തപ്പെടാൻ പറ്റാവുന്ന രൂപത്തിൽ ജീവിച്ചുവെങ്കിൽ അവരാണ് സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മളൊക്കെ പോവേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതിന്റെ ആശയതലങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ഇതല്ലേ മഹാന്മാരായ സഹാബത്ത്. ആയിഷ റളിയല്ലാഹു അൻഹായോടൊരു താബിഈ വനിത വന്ന് ചോദിച്ചില്ലേ, കൈഫ കാന ഖുലുഖു അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തെ കിറാമിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനുമായി ഒരു കമ്പാരിസത്തിന് വിധേയമാക്കുമ്പോ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് എന്ന് ചോദിക്കുന്ന സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹും കമാ വസഫഹുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചതുപോലെയാണ്. തഫീദു അയ്യുനുഹും മിനദ്ദംഅ, കണ്ണുനീരൊഴുക്കിയിരുന്നു. ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ അങ്ങനെയായിരുന്നു. അങ്ങനെയല്ലേ സ്വാലിഹീങ്ങളൊക്കെ അവര് ഖുർആൻ പാരായണം കേട്ടാൽ ആ നിലക്കായിരുന്നില്ലേ
മഹാനരായ ഇമാമുൽ ആലം അബൂ ഹനീഫ ഇമാം അവിടുത്തെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സൽസല പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ മഹാനരായ അബൂ ഹനീഫ ഇമാം അവിടുന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇശാക്ക് പിടിച്ച താടിക്ക് പിടിച്ച പിടുത്തം വിട്ടത് സുബ്ഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം മുഅദ്ദിൻ പറഞ്ഞു വാങ്ങി വിളിക്കുമ്പോഴാണ്, വന്ന് വാങ്ങി വിളിക്കുമ്പോഴാണ്. മഹാനരായ സുലൈമാനു തമീമി തങ്ങൾ അവിടെ ചരിത്രം എങ്ങനെ തന്നെയാണ്. ഖുർആനിന്റെ വചനങ്ങളും ആശയങ്ങളും കേൾക്കുമ്പോ ഹൃദയത്തിന് മാറ്റം വരാനൊരു ചിന്തയില്ലെങ്കിൽ, നമുക്ക് ചേഞ്ചിന് കഴിയുമെങ്കിലും ചിന്ത വരുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ കുറവാണ്. നിസ്കരിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യമില്ലെങ്കിൽ നിന്റെ ഈമാനിന് പരിക്ക് പറ്റിയെന്ന് നീ ഉറപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് നീ അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഒരുങ്ങണം എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര്, മുൻഗാമികളായ ആളുകൾ പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാന ശാത്തിറ ത്വരീഖ്, അവിടുത്തെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ അവിടുന്ന് നാട്ടുകാരെ കൊള്ളയടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു ദിവസം ആളുകൾ വരുന്നത് കാണാൻ വേണ്ടി ഒരു മതിലിന്റെ മുകളിൽ ഇങ്ങനെ കയറിയപ്പോൾ ഒരു കൊച്ചു വീട് അപ്പുറത്തുണ്ട്. ആ വീട്ടിൽ നിന്നൊരാൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നു. അങ്ങനെ ഖുർആൻ ഓതുമ്പോ സൂറത്തുൽ ഹദീദിലെ അലം യഇനി ലില്ലദീന ആമനു അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന നസുല്ലാഹ എന്ന് തുടങ്ങുന്ന കല്ലദീന ഖസത് ഖുലൂബുഹും വതാലത് അലൈഹിമുൽ അമദ് കസീറും മിൻഹും ഫാസിഖൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്ത് ഓതുകയാണ്. അതിലുള്ളത് എന്താണ്? അലം യഇനി ലില്ലദീന ആമനു, ഈ മരണ ആക്ടിവിറ്റേഷൻ ചോദ്യം ചെയ്യപ്പെടും എന്ന ചിന്തയുള്ള ആളുകൾക്ക് അല്ലാഹുവെ ആലോചിച്ചുകൊണ്ട്, പടച്ചതമ്പുരാനെ ചിന്തിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ സമയം ആയില്ലയോ എന്ന് ചോദിക്കുകയാണ്. മാറ്റം ആയില്ലയോ എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ, അതോടുകൂടെ ആശങ്കയോടുകൂടെ അങ്ങനെ നിന്നു. വീണ്ടും അയാൾ ആവർത്തിക്കുകയാണ്, അലം യഇനി ലില്ലദീന ആമനു അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവെ ഭയപ്പെടുന്ന ആളുകൾക്ക് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ സമയമായില്ലയോ? അവിടുന്ന് കയറിയയാള് നേരെ ഇങ്ങനെ ഇറങ്ങി. ചൂടാകാൻ പോയാൽ അയാൾ കസാരട്ടെന്നാ പിന്നെ നമ്മൾ ചൂടാകൂലല്ലോ, അതതിന്റെ ഒരു ഇതാണല്ലോ. കരുതിയ സംഗതി അങ്ങനെ തന്നെ ഇതാകുകയാണ്. വീണ്ടും ഇയാൾ ഓതി അലം യഇനി ലില്ലദീന ആമനു അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങിയപ്പോ ആനലി അല്ലാഹുമ്മ ആനലി, പടച്ചവനെ എനിക്ക് സമയമായി എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങി. അതാണ് ഈമാൻ. ഉള്ളിലുണ്ട്, തെറ്റ് വന്നപ്പോഴും ഈമാനുണ്ട്. പക്ഷേ ആ ഈമാൻ ഇല്ലാതെയായി പോയി. എത്രയോ വഅദ് നമ്മൾ കേൾക്കുന്നുണ്ട്, എത്രയോ ക്ലാസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും വഅദ്, എല്ലാവരും സംവിധാനമുണ്ട്. പഴയ കാലം പോലല്ലല്ലോ. പണ്ടൊരു വഅദ് കേൾക്കണമെങ്കിൽ കാരണന്മാർക്കൊക്കെ എത്ര നടന്നു പോകണം. അങ്ങനെ പഴയ കാലത്തുള്ള ആളുകളുടെ വഅദൊക്കെ നല്ല ഫായിദുള്ള വഅദാണ്. അങ്ങനെ കുറെ ചൂട്ടും കത്തിച്ചു പോയിരുന്നു. ഇന്നെന്തിനാ വഅദ്? ഒരു തരി പഞ്ചസാരയിൽ 1 കോടി ടിബി, ജിബിയും കൂടിയല്ല, 1024 GB ഒരു ടിബി. ആ ടിബി കൂടാനുള്ള നാനോ ടെക്നോളജി കണ്ടെത്തിയ ലോകത്താണ്. ഇപ്പൊ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ കോടിക്കണക്കിന് ടിബികൾ ചെറിയൊരു സ്പേസിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തിയ ഈ ലോകത്ത് ലക്ഷക്കണക്കിന് വയല് മെമ്മറി കാർഡിലാക്കിയിട്ട് ബൈക്ക് പോകുമ്പോഴൊക്കെ ചെവിയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കേൾക്കാം.
ചില ആളുകൾ കക്കൂസ് പോകുമ്പോൾ വേറെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്, പാട്ട് കേട്ടിട്ട് റാഹത്താകാന്നുള്ള നിലയ്ക്ക്. അപ്പൊ എങ്ങനെയാണെങ്കിലും സംവിധാനങ്ങൾ വന്നു, വയലുകൾ കൂടി, ഒക്കെ ശരിയാണ്. പക്ഷേ ജനങ്ങൾ നന്മ ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒരുപാട് പുറകോട്ട് വന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അതാണ് നേരത്തെ യാഫി ഇമാമ് പറഞ്ഞത്, അത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കലാണ്. എന്റെ കാര്യം നോക്കാൻ യജമാനനായ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, വിശ്വാസത്തോടുകൂടെയാവണം. വിശ്വാസത്തോടുകൂടെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് തരുന്ന ഈ ഉറപ്പാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ പറഞ്ഞു, അല്ലാഹുമ്മ യാ അല്ലാഹ്, അള്ളാനെ വിളിക്കല് ഇസ്മുൽ അഅ്ലമാണ് പറഞ്ഞു. അപ്പൊ ക്ലാസ് കേൾക്കാൻ വന്ന ഒരാൾക്കൊരു സംശയം, അതെങ്ങനെ ഇസ്മുൽ അഅ്ലമാകണ്? കാരണം നബി തങ്ങൾ പറഞ്ഞത് ഇസ്മുൽ അഅ്ലമോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലാഹു തആല എന്തായാലും തരുന്നാണ്. എത്രക്കാലം കാലയിക്കണം ചോദിക്കൽ തുടങ്ങിയിട്ട് അള്ളാഹിനോട് പല സംഗതിയും ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് അള്ളാഹ് തരുന്നില്ലല്ലോ. അപ്പോ യാ അല്ലാ എങ്ങനെയാണ്, അല്ലാഹുമ്മ എങ്ങനെയാണ്, അള്ളാഹ് ആ വിളി എങ്ങനെ ഇസ്മുൽ അഅ്ലമാകല് എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, നാളെ സുബൈക്ക് വരുകൊണ്ടും ഇങ്ങോട്ട് പറഞ്ഞുതരാറുണ്ട്, നേരത്തെ പള്ളിക്കൊക്കെ വന്നാൽ പറഞ്ഞുതരാറുണ്ട്. അപ്പൊ നല്ല ഊട്ടി പോലുള്ള നല്ല തണുപ്പുള്ള, ഭയങ്കര സ്ട്രോങ് തണുപ്പുള്ള ഏരിയ. ആ ഏരിയയിൽ ഇങ്ങനെ ഇടങ്ങേറായി കമ്പിലൊക്കെ ഇങ്ങനെ പുതപ്പിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോ തഹജ്ജുദ് നിസ്കാരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഹൗദിന്റെ അടുത്ത് ഇങ്ങനെ ഒന്നുകൂടെ ഒളു പുതുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിക്കാണ് ജുനൈദുൽ ബഗ്ദാദി. അപ്പോഴാ ഇയാൾ ഇങ്ങനെ കയറി ചെല്ലണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. ഇങ്ങനെ വിറക്കുന്നുണ്ട്, ഇങ്ങനെ വിറക്കുകയാണ്. തണുപ്പും, ഭയങ്കര തണുപ്പുള്ള വെള്ളം. അതില് ഹാജത്തി, ഞാൻ വന്നത് എന്തിനാ നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഞാൻ വന്നത് എന്തിനാ? എനിക്കറിയാം, ഇസ്മുൽ അഅ്ലം അറിയാനല്ലേ. അല്ലാഹു തആലാനെ വിളിക്കൽ ഇസ്മുൽ അഅ്ലം എങ്ങനെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടല്ലേ. എന്നാ ഇവിടെ വാ എന്നാണ് ഒരൊറ്റ ഉണ്ട്. ഹൗദക്കാട് തള്ളിയിട്ടു. ഹൗദക്കാട് തള്ളിട്ട തണുത്ത നേരത്ത് തണുത്ത വെള്ളത്തിലാണ് വീണോടുകൂടെ ഇയാൾക്ക് ആകെ കിട്ടട്ടെങ്ങേറായി. അപ്പുറത്ത് പോയി പൊന്തിയപ്പോ അവിടെ പിടിച്ചാണ് താത്തി, അപ്പൊ അപ്പുറത്ത് വന്ന് പൊന്തി, അപ്പൊ ഇവിടെ പിടിച്ചാണ് താത്തി, അപ്പൊ അപ്പുറത്ത് പോയി പൊന്തി. അവസാനം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാ, കരിക്കു പറഞ്ഞു. ഇപ്പൊ തിരിഞ്ഞിലേ വെച്ചു. അതായത് ഇടങ്ങേറായിട്ടുള്ള ആ വല്ലാത്ത കുടുങ്ങുമ്പോഴുള്ള വിളിയില്ലേ, ആ വിളിയാണ് ഏത് ഇസ്മുൽ അഅ്ലം പറഞ്ഞു. ഇനി തിരിയണോ വെച്ചാൽ ഇനി തിരിയണ്ടായിരുന്നു, ഫുള്ള് എന്തേക്കണ ഒക്കെ റെഡി ആയിക്കണായിരുന്നു. അപ്പൊ അള്ളാഹുവെ പരമേൽപ്പിക്കുക, അള്ളാഹുവെ നമ്മുടെ വിഷയങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങനെ അള്ളാഹുവെ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചാൽ യജമാനനായ റബ്ബ് നമ്മെ പരിഗണിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാളൊരു കുട്ടിയുമായി വരുന്നു. ആ കുട്ടിയുമായി വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് എന്നവർ, നല്ല സന്തോഷമുള്ള, നല്ല മട്ടുള്ള, ബാപ്പാന്റെ പോലുള്ള കുട്ടി തന്നെയാണല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇത് ഖബറിന്ന് എടുത്തുകൊണ്ടുവന്ന കുട്ടിയാണ്, ഖബറിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കുട്ടിയാണ്. അപ്പൊ എന്താ സംഭവം? ഈ കുട്ടിയുടെ ഉമ്മ, ഇദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര പറഞ്ഞു പോകുമ്പോ ഉമ്മ ഗർഭിണിയാണ്. ഗർഭിണിയായോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയപ്പോ അമ്മക്ക് ആരാണ്? നിങ്ങൾ പോയപ്പോ അമ്മക്കാരാണെന്നൊരു പാട്ടന്നെ പഴയ കാലത്ത് കേട്ടില്ലേ? അതെന്താണ്, നിങ്ങൾ പോയപ്പോ അമ്മക്ക് ആരാണ്? അപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്, നിന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ അള്ളാഹുവെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബേജാറാകണ്ട. ദിവസങ്ങൾ കഴിഞ്ഞു, ഈ പെണ്ണ് മരണപ്പെടുകയാണ് പ്രസവിക്കുന്നതിന്റെ മുമ്പ്. നിന്നെയും കുട്ടിയെയും എന്ന് പറഞ്ഞില്ല, കുട്ടീന്റെ കാര്യം മാത്രം പറഞ്ഞത്. അങ്ങനെ മരണപ്പെട്ടു. എന്തോ തലക്കടിച്ചോ എന്തോ അപകടം പറ്റി മരണപ്പെട്ടു. ജനാസ കുളിപ്പിച്ച് നിസ്കരിച്ച് ഖബറടക്കി. അങ്ങനെ ഖബറടക്കിയതിന്റെ ശേഷം എല്ലാവരും പിരിഞ്ഞു പോന്നു. അന്ന് രാത്രി രാത്രി സമയത്ത് ഒരാൾ ഖബറിന്റെ മുകളിൽ ഒരു പ്രകാശം ഇങ്ങനെ താഴുക,
പൊന്ത, താഴെ പൊന്ത, താഴെ പൊന്ത. ഇത് കാണാം. അങ്ങനെ പൊന്തിയപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഈ ഖബറൊന്ന് തുറന്നു നോക്കണം എന്ന് തോന്നി. തുറന്നു നോക്കിയപ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന സഹോദരിയുടെ മുലപ്പാൽ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയാണ് കാണാൻ കഴിഞ്ഞത്. ആ കുട്ടിയാണ് ഈ മോൻ അമീറേ, ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചില്ല. ഗർഭിണിയായ പെണ്ണിന്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുട്ടിയുടെ കാര്യം അല്ലാഹുവെ ഏൽപ്പിച്ചപ്പോ ആ കാര്യം അല്ലാഹു തആല ഏറ്റെടുത്തു. ഞാൻ അന്ന് ഇതും കൂടെ ചെയ്യേണ്ടിയിരുന്നു, പക്ഷേ ഖളാ ഇങ്ങനെയായിരിക്കാം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവേ ഒരാൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഏത് സംഭവങ്ങൾ ഇവിടെ വരുമ്പോഴും യജമാനനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവാണ് ആ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് യജമാനനായ റബ്ബിനെ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അങ്ങനെ റബ്ബിനെ ഒരാൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ ഖാലല്ലാഹു അസ്സ വജൽ. ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, നല്ല ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാൽ ഓതണ്ട ആയത്തത് ഒരു വലിയൊരു ലക്ഷ്യം. നമുക്ക് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടണം, അതിന് മെഡിക്കലിന് പോവുക, അതല്ലെങ്കിൽ ഒരു എൻട്രൻസിന് പോവുക, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നമുക്ക് വല്ലാത്തൊരു താല്പര്യമുള്ള വിഷയത്തിന്, അല്ലാതെ ഇവിടെ കടയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ പോകുമ്പോഴല്ല. പിന്നെന്താണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം വെച്ച ആളുകൾ സുബഹിയുടെ മുമ്പ് എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് വുളൂഓട് കൂടെ ഖിബിലക്ക് മുന്നിട്ട് ഒരു 11 പ്രാവശ്യം ഓത. ഈ പറഞ്ഞത് ഏത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതിപ്പോ എവിടെ ഉള്ളത്? കാണാതെ പഠിച്ചിട്ടില്ല. സൂറത്തു ത്വലാഖ്, നമ്മളെ ഖദ് സമിയ ജുസ് ഇല്ലേ, അതിലുണ്ട് സൂറത്തു തഹരീം, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖീൻ, അങ്ങനെ കുറെ സൂറത്തുകളുണ്ട്. ആ സൂറത്തിൽപ്പെട്ടൊരു സൂറത്താണ് സൂറത്തു ത്വലാഖ്. ആ സൂറത്തു ത്വലാഖിന്റെ 2ാമത്തെ ആയത്തിന്റെ അവസാനവും 3ാമത്തെ ആയത്ത് ഫുള്ളുമാണ് ഏത്? ഈ പറഞ്ഞത്. അത് പാരായണം ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല കാര്യമാണ്. ഇപ്പൊ ഇന്നലെ കളഞ്ഞ് പോയ സംഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരായത്ത് പറഞ്ഞിരുന്നു സൂറത്തുൽ ഖസസിലെ. ഇന്നലെ ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ കേട്ട കുറെ ആൾക്കാർ വിളിച്ചു. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, എന്റെ ഒരു സാധനം കിട്ടുകയും ചെയ്തു പറഞ്ഞു. അത് അയാൾക്ക് കിട്ടിയതാണ്. അപ്പൊ അല്ലാഹു തആല എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല തിരിച്ചു തരുന്നൊരു അവസ്ഥ ഉണ്ടാക്കട്ടെ. ചില സാധനം കളഞ്ഞു പോയാൽ അത് ഭാഗ്യം നേടിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട് അല്ലേ? കാസർഗോഡ് ഭാഗത്തു നിന്ന് ഒരാൾ അങ്ങനെ വിളിച്ചു, ഒരു മുത്തഅല്ലിമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നല്ല ഫായിദയാണ്, നമ്മൾ നല്ല ആത്മാർത്ഥത. കാരണം ഖുർആന്റെ പ്രത്യേകത അതാണ്, വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഖുർആൻ, ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഓൺലി ടെക്സ്റ്റ് ആയിട്ടാണ് കുറെ ആളുകൾ കാണാറുള്ളത്. അതൊരു ബുക്കാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലേ, റഫറൻസ് ഗ്രന്ഥം. അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല എന്നാ ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ ഖുർആൻ അത് റഹ്മത്താണ്, ശിഫയാണ്, കൻസാണ്, വാഫിയയാണ്, കാഫിയയാണ്. 44 പേരുണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തന്നെ. ഖുർആനിൽ ഒരുപാട് നാമങ്ങളുണ്ട്. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള നല്ല സംഭവമാണ് വിശുദ്ധ ഖുർആൻ. ഈ വ്യക്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം അതാണ്. അപ്പൊ ഏത് കാര്യം അല്ലാഹുവെ ബരമേൽപ്പിച്ചാൽ വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു തീരുമാനം കാണും എന്നതാണ്.
നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. റാബിഅത്ത് എന്നാൽ നാലാമത്തവൾ എന്നാണ് അർത്ഥം. അവിടുന്ന് അവിടുത്തെ ഉമ്മ പ്രസവിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ ജീവിച്ച പ്രിയപ്പെട്ട ആ മഹദിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ആര് കൊണ്ടുവരാൻ ഒന്നുമില്ല. പ്രത്യേകം ചില ആളുകൾ വന്നുകൊണ്ടാണ് ഏതോ മലക്കുകളെ പോലെയുള്ള ഏതോ ആളുകൾ വന്നുകൊണ്ടാണ്, ജിന്നോ മലക്കോ ഏതോ എന്നറിയില്ല എന്നാ പറഞ്ഞത്, അവര് വന്നുകൊണ്ടാണ് ഈ ജന്മത്തിന് നേതൃത്വം നൽകിയത് എന്ന് കാണാം. ആ റാബിയത്തുൽ അദവി ഒരിക്കൽ എങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഒന്നാണ് മയങ്ങിയപ്പോ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ചില്ലറക്കള്ളം വന്നു. ഈ സൈക്കിൾ കെട്ടുകൊണ്ടുപോകുന്ന ആൾക്കാർ, റബ്ബറിന്റെ ടിഷ്യൂ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു, കിട്ടിയത് കൊടുക്കുക എന്നുള്ള നിലക്ക്. അങ്ങനെ ചില ചില്ലറകള് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാള് വന്നിട്ട് ഉള്ള സാമഗ്രികളൊക്കെ ഇങ്ങനെ എടുത്ത് ഭാണ്ഡത്തിലാക്കി അങ്ങനെ പോയി വാതിലിന്റെ അടുക്കലെത്തുമ്പോ വാതിൽ കാണാനില്ല, അവിടെ ഫുള്ള് ചുമര്, ഒന്നും കാണാനില്ല. അതിന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. വീണ്ടും പോയി നോക്കുമ്പോ വാതിൽ റെഡിയാണ്. അതിന് വീണ്ടും അങ്ങോട്ട് തന്നെ വന്നിട്ട് എന്തായി, ആ സാധനം എടുത്തു, അങ്ങോട്ട് പോയപ്പോ വാതിൽ കാണാനില്ല. 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ശരീരി കേട്ടു, മോനെ ആ ഡ്രസ്സും സാമഗ്രികളും അവിടെ വെച്ചോ, എന്നിട്ട് നീ നിന്റെ പാട്ടിന് പോ. ഹബീബ് ഉറങ്ങിയാലും സൃഷ്ടാവിനുറക്കമില്ല. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ കൊടുക്കും. ومن يتوكل على الله, അല്ലാഹുവേ ഒരാൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബു, അല്ലാഹു മതി എന്നല്ലേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തവക്കുലാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മൂന്നാമത്തെ അടയാളം അതാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ആരാണത്? നാലാമത്തതാരാണ്? അല്ലദീന യുഖീമൂനസ്സലാ. അല്ലദീന യുസല്ലൂന എന്നല്ല, നിസ്കരിക്കണോരെന്നല്ല, യുഖീമൂനസ്സലാ, നിസ്കാരം നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകൾ, അതാണ് അല്ലദീന യുഖീമൂനസ്സലാ. അവ നിസ്കരിക്കാൻ വുളു വേണം. വുളു എടുക്കുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പരിപൂർണമായ വുളു. ആ വുളു എടുത്തതിന് ശേഷം ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത. അല്ലാഹു അക്ബർ എന്റെ പ്രസ്ഥാനമല്ല, എന്റെ നാട്ടുകാരല്ല, കൂട്ടുകാരല്ല, മന്ത്രിയല്ല, രാജാവല്ല, ആരുമല്ല. അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഈ ചിന്തയോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിന്നപ്പോൾ അറ്റാക്കായി വീണ് മരണപ്പെട്ട ആളുകൾ വരെയുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ അങ്ങനെയായിരുന്നു. കാരണം ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ആ ഒരു ഭയപ്പാടോടുകൂടെ, ഇത് നമ്മളൊക്കെ അല്ലാഹു അക്ബർ കണ്ടോ നീക്കുമെന്നുള്ള പോലെ ഈ നിലക്കുള്ള ഒരു നൃത്താണ്. എന്നാൽ വിനയത്തോടു കൂടെ അല്ലാഹു അക്കറിയാലോ ളുഹറാ നിസ്കരിക്കുന്നത്. അള്ളാഹിനോട് പറഞ്ഞ് റിക്കാർഡാക്കുന്നത് ഇനി അസറേറ്റായി മാറണ്ട എന്നുള്ള നിനക്കാണോ? എന്തിനാ നിയ്യത്തേക്കണത്? അത് ഇവന്റെ കൽബും ഇവന്റെ അവയവങ്ങളും തമ്മിലുള്ള ആ കണക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ആ കണക്ഷൻ, അത് കൃത്യമാക്കാൻ വേണ്ടിയാണ് നിയ്യത്ത്. അല്ലാഹു അക്ബർ. അങ്ങനെ അല്ലാഹു അക്ബർ ചുമരിന്റെ നേരെ ചെവിയുടെ ഭാഗത്ത് കൈയെട്ടുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ വേണം. ചില ആൾക്കാർ അല്ലാഹു അക്ബർ ഒറ്റ വാരിക്കൊടുത്താണ്. ഓരോ ആളുകൾ ഓരോ കോലത്തിലാണ്. എന്നിട്ട് ഇങ്ങനെ കൈ മണിബന്ധത്തിൽ പിടിച്ചിങ്ങനെ നിൽക്കണം. നിസ്കാരം അച്ചടക്കമാണ്. അവയവങ്ങൾക്ക് അച്ചടക്കമുണ്ട്. 3 പ്രാവശ്യം അനങ്ങരുത്. കണ്ണിന് അച്ചടക്കമുണ്ട്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. ഇതിങ്ങനെ നോക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ ഫാന് 3-ലാ 4-ലാ, ഇതാണ് ചിന്ത. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അച്ചടക്കമാണ്.
ആ നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, യജമാനനായ റബ്ബിന്റെ മുമ്പിൽ. അങ്ങനെ നിന്ന് അള്ളാഹുവോട് പറയാ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ. എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ എല്ലാം അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് മുന്നിടിക്കുന്നു. ഇന്ന സ്വലാത്തി, എന്റെ ഈ നിസ്കാരം, വനുസുക്കി, എന്റെ മറ്റു അതർ കർമ്മങ്ങളും, വമഹയായ, എന്റെ ജീവിതവും, വമമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദിക്കട്ടെ യുവാക്കളെ, കൂട്ടുകാരെ, നമ്മുടെ ജീവിതം അല്ലാഹുവിന് സമർപ്പിക്കാനുള്ളതാണോ? ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള ജീവിതം, റമളാനാകുമ്പോ കുറച്ചൊക്കെ അച്ചടക്കമുണ്ട് എന്ന് കരുതാം. എന്നാൽ റമളാനേതര കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങൾ ആലോചിക്കണം. നിസ്കാരം നിർവഹിക്കാതെ നോമ്പ് തുറപ്പിക്കാൻ രംഗത്ത് വരുന്ന ആളുകളില്ലേ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ കാര്യമല്ലേ നിസ്കാരം? നോമ്പിനേക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നോമ്പ് പല ആളുകളും തുറപ്പിക്കാറുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ജീവിതം അള്ളാഹുവിനാവണം. എന്റെ മനസ്സും എന്റെ ശരീരവും അള്ളാഹുവിന് വേണ്ടി എന്ന് പ്രഖ്യാപനം നടത്തുക. നമ്മൾ ആ ടൈമിൽ എവിടെ മനസ്സുണ്ടാകല്? ഗസാലിമാം ഒരിക്കൽ വല്ലാതെ ഇങ്ങനെ വെടി പറയുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര വർത്താനം പറയുമ്പോ ഗസാലിമാ വെച്ചു, ഇതെന്താ ഈ വല്ലാതെ ഇങ്ങനെ വർത്താനം പറയണം, ഇന്ന് ഒരു നുണ അറിഞ്ഞില്ല രാവിലെ എന്ന് വെച്ചു, ഒരു പാച്ച കളവ് അറിഞ്ഞില്ല വെച്ചു. കളവോ? കളവോ? ആ, ആരോട്? അള്ളാനോട്. അള്ളാനോടോ? ആ, ഞാൻ സുബൈക്കരിച്ചെന്ന് വെച്ചു. ആ, സുബൈസ്കരിച്ചു. വജ്ജത്ത് ഓതിന്ന് വെച്ചു. ആ, വജ്ജത്ത് ഓതിന്നു. എന്തേലും പറഞ്ഞു വെച്ചു. എന്റെ ജീവിതം അള്ളാഹ്ക്ക്, എന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചിട്ടു. ആ നേരത്തെ മനസ്സ് പെരയിൽ കെട്ടിയ ആട് ആരെങ്കിലും കഴിച്ചോണ്ട് പോകുന്നല്ലേ എന്നെ മനസ്സിലുണ്ടായിരുന്നത്? സ്വാലിഹീങ്ങളുടെ ഹൃദയം, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന വഅജ്നിഹത്തിൻ തതിറു ബിഗൈരി റീസി ഇലാ മലകൂതി റബ്ബിൽ ആലമീന വഅൽസിനത്തിൻ ബിസിറിൻ ഖദ് തുനാജി യഗ്ബു അൻ കിറാമിൻ കാതിബീന. ആളുകളുടെ ഖൽബ് എങ്ങനെയാണ്, ഹൃദയം എങ്ങനെയാണ്? ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധിയായി ഉദ്ധരിക്കാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിസ്കാരത്തിൽ വജ്ഹ് തോതുമ്പോ ആ ചിന്ത വേണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നൊരു പ്രൊട്ടക്ഷനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദ് പറ്റി നിൽക്കുക എന്നർത്ഥം. ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഉമ്മാരെ കൂട്ടത്തിൽ പോകുമ്പോൾ നായ മണ്ടുമ്പോലെ നമ്മെ ഇങ്ങനെ പറ്റിക്കോലോ, അതിൽ നിന്ന് വന്ന ഇന്ന അത്യബൽ ലഹ്മി അഊദുഹു എന്ന് പറയും. ഏറ്റവും ടേസ്റ്റി മാംസം ഏതാണ്? അത് ഈ എല്ലിനോട് പറ്റി നിൽക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ എല്ലിങ്ങനെ കടിച്ചൊലിക്കുന്നത്, അല്ലാതെ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, അല്ലേ? കോഴിന്റെ ഒക്കെ നമ്മൾ ചില ആൾക്കാർ പീസ് നോക്കൽ എന്താണ്, അല്ലേ? ഓരോ ആളുകൾക്ക് ഇപ്പോൾ അൽഫാമിന്റെ കൂട്ടം അൽഫാം ആകുമ്പോൾ ചെസ്റ്റ് പീസ് വേണം, അല്ലെങ്കിൽ മറ്റേ പീസ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പറയാറില്ലേ, അല്ലേ? ഇവിടെ ചിലപ്പോൾ എന്താകലുണ്ട്, ചിലപ്പോ ഒക്കെ ചെറിയ പീസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്താണ് അത് ചെറുതയ്ക്കുന്നത്, അത് കോഴിക്ക് മണ്ടരി വെച്ചതാണ്, നിങ്ങൾ ബേജാറാകണ്ട, ആൾക്കാർക്ക് എന്ത് ന്യായം ഉണ്ടല്ലോ, ഇത് മുട്ടക്കറിന്ന് പണ്ട് എല്ലിട്ടിത്തരാം, അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ അത് കോഴി മാറിയതാന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് സംഗതിക്ക് എന്താണ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പറയുന്നിടത്ത് ന്യായീകരിക്കുന്നിടത്ത് ഒരു സംഗതിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറ്റി നിൽക്കുക എന്നതാണ് അഊദുവിന്റെ മാനം. അപ്പൊ അഊദു ബില്ലാഹ്, അള്ളാനോട് പറ്റിക്കുക, അള്ളാനോട് കാവൽ ചോദിക്കുക. മിനശ് ശൈത്വാൻ, ഒരു കീറാമുട്ടിയെ തൊട്ട്. സ്വഥാന എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തവൻ, ഭ്രാന്തനായി പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ആ ശൈത്വാനെ തൊട്ട്. അർ-റജീം, എന്റെ വാക്ക്, പ്രവൃത്തി, ചിന്തകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട പിശാച്. വാക്ക്, പ്രവൃത്തി, ചിന്തകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട പിശാച് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എന്റെ വാക്ക്, പ്രവൃത്തി, ചിന്തകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടാറുണ്ടോ? അഥവാ എന്റെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ പിശാചിന് ഇഷ്ടമുള്ളതാണോ? അല്ലേ? അത് ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാവകാശം, അക്ഷരസ്ഫുടതയോടെ. എന്തിനാ തിരക്ക്? എന്തിനാ തിരക്ക്? നിസ്കരിക്കല്ലേ? സുബൈന്റെ ടൈം പറഞ്ഞില്ല, സുബഹി 68 മിനിറ്റ് ഉണ്ട്. ആ 68 മിനിറ്റിൽ സാധാരണ സുബൈക്കരിക്കാൻ 4 മിനിറ്റ് ആണെങ്കിൽ ഒരു 8 മിനിറ്റ് എടുത്തോ.
68 മിനിറ്റില്ലേ സുബൈ, അതിന്റെ അടിയിൽ ഒരു 8 മിനിറ്റ്, 60 പോട്ടെ, 8 മിനിറ്റ് സുബൈക്കരിക്കാന്. ളുഹുർസ്കരിക്കാണ്. ളുഹുർസ്കാരത്തിന്റെ ടൈം എത്രയാണ്? 210 മിനിറ്റ് ഇല്ലേ? ഈ 210 മിനിറ്റിൽ ഒരു 8 മിനിറ്റ്, 212 അവിടെ കട്ടെ, ഒരു 8 മിനിറ്റ് കൃത്യമായിട്ട് സാവകാശം നിസ്കരിക്കാൻ. ബാക്കി ദിക്റല്ലേ, അല്ലാതെ എന്തായാലും ആയിക്കോട്ടെ. അസർ 180 മിനിറ്റ് ഉണ്ടല്ലോ, ഈ 180 മിനിറ്റിൽ ഒരു 8 മിനിറ്റ്. മഗ്രിബ് 68 മിനിറ്റ് ഇല്ലേ? 17 ഡിഗ്രി, ഒരു ഡിഗ്രി 4 മിനിറ്റ്, 17 × 4 = 68 മിനിറ്റ് ഇല്ലേ? ഈ 68 മിനിറ്റിൽ ഒരു 8 മിനിറ്റ് മഗ്രിബ് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോഴി കൊത്തണമാർക്ക് പോകരുതേ. അത് നബി തങ്ങൾ വിരോധിച്ച ഒന്നാ. ഇതങ്ങനെ നിസ്കരിക്കണം, അങ്ങനെ കുമ്പിട് തന്നെ, പെരുഞ്ചാതി സംഗതി. എന്നിട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്നും പറയും ചെയ്യും. നിസ്കാരാരോഗ്യത്തിന് നന്നായിക്കോട്ടെ. പണ്ടുകാരനോര് പറഞ്ഞ പോലെ, ഏത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വയല് കേട്ടത് നന്നായി, നല്ല ഉസാറാണ് പറഞ്ഞു. എന്തേന്ന് വെച്ചു, നിസ്കരിക്കൽ തുടങ്ങിയപ്പോഴാണ് ഗ്യാസ് ഒന്ന് കുറഞ്ഞത്, കാരണം സുജൂദിൽ അങ്ങനെ പോകലുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ അവൻ എന്താണ് അങ്ങനെ ഉദ്ദേശം സംഗതി മനസ്സിലാക്കാത്തോണ്ടല്ലത്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാവകാശം നിസ്കരിക്കണം, കൃത്യമായി അതിന്റെ മട്ടത്തില്, അച്ചടക്കത്തിൽ അങ്ങനെ നിസ്കരിക്കുക. നിസ്കാരം നിർവഹിക്കുമ്പോ സുന്നത്ത് നിസ്കാരമാണെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരത്തിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരത്തിലും മസീഹ് ദജ്ജാലിന്റെ അവിടെയാണ് സ്റ്റോപ്പ് ഉള്ളത്. ബാക്കിയുള്ളത് റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. ഒറിജിനൽ സ്റ്റോപ്പ് മസീഹ് ദജ്ജാല് അവിടെയുള്ള ആ ദുആന്റെ അവിടെ തന്നെയാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ കൃത്യമാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളോടത്ത് ലാലമീൻ എന്നാവരുത്. ഇയ്യാക നഅ്ബുദു എന്നുള്ളോടത്ത് ഇയ്യാക നഅ്ബുദു ആവരുത്. അൻഅംത എന്നുള്ളോടത്ത് അനംത എന്നാവരുത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൃത്യമാക്കി അക്ഷരസ്ഫുടതയോടുകൂടെ വിശുദ്ധ ഖുർആൻ ഓതണം. വല്ലാഖുദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമുൻ മല്ലം യുജവീദിൽ ഖുർആന ആസിമു. അതേ, ഈ നിലക്ക് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ അവന് കുറ്റക്കാരനാണ്. അതുകൊണ്ട് കൃത്യമായി കൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. അതുപോലെ സൂറത്തും കൃത്യമായി ഓതി. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ റുക്കൂ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ സമീഅ അല്ലാഹു ലിമൻ ഹംദ പറയുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി കൗനുഹു സാജിദ. അടിമ ഉടമയോടടുക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കർമ്മം നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിൽ അള്ളാഹുവോടടുക്കുന്നത് സുജൂദിലാണ് എന്ന ബോധം വേണം. സുജൂദിൽ കിടക്കുമ്പോഴാണ്, സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയതാണ്. അതാ മുമ്പ് പറഞ്ഞത്. സുന്നത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ റബ്ബന ആത്തിന, അല്ലാഹുമ്മ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത എന്നുള്ള ആ ദിക്ർ ദുആ ചൊല്ലണം എന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. സുജൂദിൽ നല്ല ദുആ, എന്തൊരു മട്ടുള്ള ദുആ. ആ ദുആ അത് നിങ്ങൾ സുജൂദിൽ വെക്കുമ്പോ പച്ച മലയാളത്തിൽ ചോദിക്കണ്ട, അള്ളാഹ്ക്ക് എല്ലാ ഭാഷ അറിയെങ്കിലും നിസ്കാരത്തിനൊരു മട്ടുണ്ടല്ലോ. അപ്പൊ ആ നിസ്കാരം അതിൻ്റെതായ റാഹത്തിലൂടെ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവ പറഞ്ഞു വന്നത്, നിസ്കാരം നിർവഹിക്കുമ്പോൾ ഈ നിലയ്ക്ക് ചിട്ടയോടെ മര്യാദയോടെ കൂടെ നിർവഹിക്കാം. അത്തഹിയ്യാത്തൊക്കെ അതിന്റെ റാഹത്ത്. സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അഹ്ളർ ഫീ ഖൽബിക അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സഹുൽ കരീം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ മുത്തുനബിനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. എന്തിന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് എന്തിനാ പറയണത്? നബി തങ്ങൾ സലാമത്തിലല്ലേ, പിന്നെ നമ്മൾ സലാം പറഞ്ഞാണ്ട് സലാമത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാണ് പറയണത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയുണ്ടായി. ഒരാൾ സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് പറയുന്നത് എന്ന് നബി മടക്കാൻ വേണ്ടി, അങ്ങനെ മുത്തുനബി മടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സലാം പറയേണ്ടത്. ഇതാണ് ശഫാഅത്തിന്റെ മഅന എന്ന് റാസി ഇമാം വിശദീകരിച്ചതായി കാണാം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ നോക്ക്, മഹാനരായ അല്ലാമ റൗസാബാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് നിസ്കരിക്കുന്നു. ഒരു ദിവസം അവിടുന്ന് നിസ്കരിച്ചപ്പോ സലാം വീട്ടുന്നില്ല. മൗമൂമികൾ കരുതി ഉറങ്ങുകയാണ്. ചിലപ്പോ ഉണ്ടാവില്ല, തറാവീഹിലൊക്കെ ചില ആൾക്കാരെന്താകലുണ്ട്, ഇങ്ങനെ സുജൂദ് കിടന്നിട്ടാണ് ഉറങ്ങലുണ്ട്. പിന്നെ പോയിട്ട് ബാക്ക് പോയിട്ട് എടാ കഴിഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ട് എന്താണ് വിളിച്ചുമ്പോഴാണ് എന്തായാലും നീച്ച്. അങ്ങനെയാണ് ഉറങ്ങാനായിട്ട്. ചില ആൾക്കാർക്ക് ഉറക്ക ഗുളികകൊണ്ട് ഉറക്കം വരില്ല. പിന്നെന്താണ്, ഏതെങ്കിലും പുസ്തകം വായിക്കാടുക്കണം, എന്നാ പിന്നെന്താ ഉറക്കം വരും ചെയ്യും. അങ്ങനെ ഓരോ ആളുകൾ ഓരോ രൂപത്തിലല്ലേ. അപ്പോ ബഹുമാനപ്പെട്ടവര് സലാം വീട്ടുന്നില്ല, എന്ത് കാട്ടിയിട്ടും സലാം വീട്ടുന്നില്ല. അപ്പൊ സലാം വീട്ടാതെ ഇങ്ങനെ വന്നപ്പോ കുറെ ആൾക്കാർ രാജിച്ചു പോയി. അല്ല, മുഫാറക്കത്തിന്റെ നിയത്തിച്ചിട്ട് ഇമാമിനെ വിട്ടുപിരിഞ്ഞ് സലാം വീട്ടിൽ പോയി. എത്ര വെച്ചിട്ട് കുറെ തിരക്കുകാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ചില ആൾക്കാർ കുറച്ച് വയൽ കേട്ടുകൊണ്ട് പോണത്. അങ്ങനെയൊക്കെ പല ആളുകളുണ്ടാവുമല്ലോ. തിരക്കുള്ള ആളുകൾക്കൊക്കെ പോവും ചെയ്യാം, ഒരു വിഷയമല്ല. അപ്പോ ഇങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ നിലക്കായപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. കാലം കഴിഞ്ഞ് ചോദിച്ചു, എന്ന് സലാം വീട്ടാനൊന്നും നേരം വൈകിയതെന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, എന്നും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ വഅലൈക്കുമുസ്സലാം എന്ന് കേൾക്കാറുണ്ട്. ഇന്ന് ഞാൻ കേട്ടില്ല. അപ്പോ കേട്ടില്ല, ഞാനൊരു ബിദ്അത്തുകാരന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ വന്നത്. ഒരു എളിയ പുഞ്ചിരി എന്റെ അടുക്കൽ നിന്നുണ്ടാവുകയും ചെയ്തു. ആ കാരണത്താലായിരിക്കാം നബി തങ്ങൾ ആദ്യം മടക്കിയില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോ മടക്കിയത്. അങ്ങനെ സലാം മടക്കിയത് കേട്ട കുറെ ആളുകളുണ്ട്. ഹദീസിൽ കാണാം, മാ മിൻ മുസല്ലിമി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി. ഏതൊരു സലാം പറയുന്നവരാണോ എനിക്ക് സലാം പറഞ്ഞാൽ ഞാൻ അറിയുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബിയെ അങ്ങ് കേൾക്കുകയോ സലാം അങ്ങേക്ക് എത്തുകയോ സ്വലാത്ത് അങ്ങേക്ക് എത്തുകയോ എങ്ങനെയാണ് സംഭവം? വഖദ് അരിംത, അങ്ങ് നുരുമ്പിപ്പോയിട്ടുണ്ടാവൂലേ ശരീരം. അള്ളാന്റെ റസൂൽ അവിടത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, സുരക്ഷയോടുകൂടെ അവിടെ കിടക്കുന്നുണ്ടാകുമെന്നതല്ലേ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല വഹി അറിയിച്ചു, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം കിടക്കുന്നത് ഒരു നദീതീരത്താണ്. അപ്പൊ സ്വാഭാവികം കുറെ വെള്ളം സംഭവമൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഖബറൊന്ന് മാറ്റിയിട്ട് നല്ല ഈർപ്പം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഖബറടക്കണം. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പോ ഇങ്ങനെ ഖബറടക്കണം എന്ന് പറഞ്ഞപ്പോ ആർക്കാപ്പോ ഖബർ അറിയാം? കുറേ ആലോചിച്ചു. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് അവസാനം അല്ലാഹു തആല വഹി അറിയിച്ചു, ബനൂ ഇസ്രായേലിലൊരു ഉമ്മ, ആ ഉമ്മക്കറിയാം. ഇത് നബി തങ്ങളാ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളി എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് ചോദിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോ ഒരാൾ പറഞ്ഞു, എനിക്കൊരു വണ്ടി വേണം. ഓരോരുത്തർക്കും ഓരോ പൂതിയല്ലേ. എനിക്കൊരു ഒട്ടകം വേണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഇന്നോവയാണല്ലോ അന്നത്തെ ഒട്ടകം. അപ്പൊ ഒരു ഒട്ടകം വേണമെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ. വേറൊരാൾ പറഞ്ഞു, എനിക്ക് പെരല്ല പറഞ്ഞു. അതിനുള്ള വകുപ്പ് ഇൻഷാ അല്ലാഹ്. എനിക്കെന്താ, എനിക്ക് പൈച്ചിട്ട് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വിശപ്പിന് വേണമെന്നാണ്. അതിന് നബി തങ്ങൾ പറഞ്ഞു, ഹൈ എന്ത് ചോദ്യം ഈ ഒയന്നോവർ ചോദ്യമൊക്കെ ചോദിക്കണത്? ആ ബനു ഇസ്രായേലിന്റെ തള ചോദിച്ച പോലെ ചോദിക്കണ്ടേ? ആ ഉമ്മ ചോദിച്ചതുപോലെ ചോദിക്കണ്ടേന്ന്. അപ്പൊ പറഞ്ഞെടുത്ത സംഭവമാണ് ഈ സംഭവം. ഇങ്ങനെ ഖബറൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു വൃദ്ധയായ സ്ത്രീക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീനെ അന്വേഷിച്ച് അങ്ങനെ പോയി കണ്ടെത്തി. വടിയും കുത്തിയ ഉമ്മാമ. ആ മൂസാ നബിയാണല്ലേ? ആ ആയിക്കോട്ടെ. എന്തിനാ പോകുന്നത്? ഒന്നുമല്ല, നിങ്ങളെ കാണാനാ. പിന്നെ യൂസുഫ് നബിന്റെ ഖബറൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. യൂസുഫ് നബിന്റെ ഖബറോ?
ആ കാണിച്ചരാ, പക്ഷെ ഞാൻ ചോദിക്കണത് തരണം എന്നാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പൈസക്കായോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന കരുതിയത്. ആ ഉമ്മ ചോദിക്കണത് തരണം എന്ന് പറഞ്ഞപ്പോ എന്താന്ന് വെച്ചു, എനിക്ക് സ്വർഗം വേണമെന്നാണ്. അത് തരാന്ന് പറഞ്ഞാ പോലെ ഉറപ്പ് വേണമെന്നാണ്. അത് ശരി. അപ്പോ അള്ളഹാനോട് മൂസാ നബി ചോദിച്ചു, സ്വർഗം അപ്പൊ എന്നോട് ചോദിക്കണം, അത് പിന്തിരുത്തല്ല. അപ്പൊ എന്താ ഞാൻ പറയണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, പിരിവേര് എന്നാല് മൂപ്പരിക്ക് വിളിച്ചിട്ട് ഇവിടെ ഒരു കൂട്ടര് വന്നിട്ടുണ്ട്, എന്താ ഉൾക്ക് കൊടുക്കണ്ടെന്ന് ചോദിക്കലില്ലേ? ഇതേപോലെ അള്ളഹാനോട് ചോദിച്ചു, എന്താ ആ ചോദിച്ചതാണ് കൊടുത്തളാണ്. അല്ലാതെ അള്ളാഹു തആല ചോദിച്ചത് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന്റെ അതീതമായ വിഷയത്തിൽപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചാൽ ഉത്തമ നൂറ്റാണ്ടിലൊക്കെ തിരനിന്ന ആദർശത്തിനനുസരിച്ച് അത് ശിർക്കാവേണ്ടതാണ്. തൗഹീദിന്റെ സുസ്ഥിരമായ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ഒരിക്കലും ഇത് കേൾക്കേണ്ടിയില്ലായിരുന്നു, നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ എന്നല്ല ചോദിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം എന്താണ്, അള്ളാഹ് കൊടുക്കാൻ വേണ്ടി അങ്ങക്ക് തരാം, ഉറപ്പാണ്, എന്നാ പോരിന്ന് പറഞ്ഞു. എന്നിട്ട് ആ നദിക്കരയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ, ആ ശരീരം വെച്ചതുപോലെ തന്നെയുണ്ട്. ആ ശരീരം അങ്ങ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കിടത്തിയത് കാണാം. ഇങ്ങനെയാണ് അമ്പിയാക്കൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നബി തങ്ങൾക്ക് സലാം പറയുമ്പോ ആ നിലക്കാകുക. ഒരാളോട് സലാം പറയുമ്പോഴും അതിന്റെ മര്യാദ പാലിക്കുക. അസ്സലാമു അലൈക്കും ഒരാളോട് സലാം പറയണത് എന്തിനാണ്? വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് എന്നെ സലാമത്താക്കി നിർബന്ധമായും സലാമത്താക്കട എങ്ങായി എന്നതിന്റെ മേന. കാരണം സലാം പറയൽ സുന്നത്തും മടക്കല് 7 കാര്യമുണ്ട്. ഏത്? സുന്നത്തിനെ, ഫർദിനേക്കാൾ സുന്നത്തിന് കൂലിട്ടണ 7 കാര്യം. ആ 7 കാര്യങ്ങളിൽ ഒന്നാണ് ഏത്? സലാം. സലാം പറയലെന്താ? സുന്നത്താണ്. മടക്കലോ വാജിബാണ്, അല്ലേ? പക്ഷെ ഇവിടെ പറയണീനാണ് മറ്റേനെക്കാട്ടും കൂലി കൂടുതലുള്ളത്. രണ്ടാമത്തെ നൽപ്പൊന്ന്, ഒരാള് നമ്മളുടെ അടുത്ത് കടം വാങ്ങി, ക്യാഷ് കടം വാങ്ങിയാല് ആ വാങ്ങിയത് തിരിച്ചു കൊടുക്കൽ വാജിബാണ്, അത് നിർബന്ധമാണ്. പക്ഷെ തിരിച്ചു തരുമ്പോ അത് വേണ്ട, നിങ്ങളെന്നെ എടുത്തോളി എന്ന് പറയൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ ആ പറയലുണ്ടല്ലോ, അപ്പൊ ഞാനെങ്കിലും കടം വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? ഇജ്ജ് തരണ്ട, അയ്യോ അത് കിടക്കൂല, അത് വേറെ വല്ല സുന്നത്തും വേറെ ബൈക്കിൽ കൂടെ കിട്ടുമോ നോക്കാം, അല്ലേ? അങ്ങനെ ആക്കാലോ. ഇപ്പൊ 2 കല്യാണം കഴിക്കണം, സ്വർഗത്തിൽ വലിയ മുത്തിൽ വലിയ താമസമുണ്ട് എന്നുള്ള ഹദീസ് വായിച്ചപ്പോ ഭാര്യ പറഞ്ഞില്ല, നിങ്ങൾ വേറെ വല്ല മുത്തും കിട്ടും നോക്കിക്കോളി, ഈ മുത്ത് കാണാന്നറിയില്ലേ? അപ്പൊ അങ്ങനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സലാം പറയുമ്പോ ആ ഒരു ചിന്ത ഒന്ന്. രണ്ടാമത്, എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, എന്റെ സമീപനം, എന്റെ ചിന്ത, അതിൽ നിന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവൂല എന്നാണ്. ഉസ്താദ് കുട്ടീനെ തച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും അസ്സലാമു അലൈക്കും എന്നറിയും. എന്റെ വാപ്പാന്റെ കുട്ടീന്നാ രണ്ടാമത്തെ ചോദ്യം, അല്ലേ? അപ്പൊ ആ അസ്സലാമു അലൈക്കും എന്നുള്ളതിന് ഒരു മേനയില്ല, അല്ലേ? അപ്പോ ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോ 17 സുന്നത്തട പാലിക്കാണ്ട്, അത് വേറെ വിഷയം. അപ്പൊ കുറെ ചിട്ടകളൊക്കെ പാലിക്കാണ്. മുസാഫത്തിൽ സുന്നത്താണ്, മറ്റു കാര്യങ്ങൾ സുന്നത്താണ്. അതിന്റെ ചെറിയ രൂപം മുമ്പ് ആ സലാം പറയുന്ന വിഷയം വിശദീകരിച്ച പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം നിർവഹിക്കും. പിന്നെയുള്ളത് സ്വലാത്താണ്. അതുപോലെ സലാമില്ല, സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഇനി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ നോക്കേണ്ടത് വിരലിലേക്ക്. എവിടുക്കല്ലേ? സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല. പിന്നെ ഇല്ലല്ലാഹ് പറഞ്ഞത് മുതൽ എവിടുക്കാൻ നോക്കേണ്ടത്? അത് ചില ആൾക്കാരാണ് ഇങ്ങനെ അനക്കണം, അല്ലേ? ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ തൗഹീദിന്റെ മേലെ അറിയിക്കും. അപ്പൊ ഇങ്ങനെ ആട്ടിയാല് ഓരോ തൗഹീദ് ഉറച്ചിട്ടില്ല എന്നാണല്ലോ. അത് ശൈത്താനെ തല്ലല എന്ന് പറഞ്ഞത്. ഇത് ശൈത്താനെ തോണ്ടലല്ലേ, അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ആ നിലക്കായിരിക്കണം. പിന്നെ സ്വലാത്ത് ചൊല്ലി ഇന്നക ഹമീദും മജീദ്, നല്ലൊരു സ്വലാത്ത്. അത് നിസ്കാരത്തിൽ ചെല്ലേണ്ടത് മാത്രല്ല, ഇന്നക ഹമീദും മജീദ് എന്നുള്ള സ്വലാത്ത് ചെല്ലേണ്ടത്. പെരി കയറുമ്പോ സ്വലാത്ത്, പെരിയിൽ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ കുറച്ചൊന്നും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ
ഒരു 3 പ്രാവശ്യം സ്വലാത്തിലല്ല. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ തെൽബിയത്ത് ചെല്ലുമ്പോൾ 3 പ്രാവശ്യം തെൽബിയത്ത് ചെല്ലിയിട്ട് 1 വിട്ടാൽ 3 സ്റ്റോപ്പ്. 3 കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അല്ല, കുറെ ചെല്ലുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇതങ്ങനെ ചെല്ലലാണ് നിസ്കാരം. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ആശയങ്ങൾ പൂർവീകരായ ആളുകൾ പറഞ്ഞത് ഉൾക്കൊണ്ട് ഓരോ ഫർളുകൾ നിർവഹിക്കുമ്പോഴും അതിൻ്റെതായ കൃത്യമായ വശങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരം നിർവഹിക്കേണ്ടത്. ചിന്തിക്കണം. നേരെ മറിച്ച് കൈഫ യുസല്ലി മൻ ഓനെ പറ്റി എങ്ങനെ നിസ്കാരം എന്ന് പറയാ? ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ 4ാമത്തെ ഗുണം അതാണ്. 5ാമത്തെ ഗുണം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയതിൽ നിന്ന് ചെലവഴിക്കലാണ്. സദഖയുടെ മഹത്വവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഈ ഭൗതിക ലോകം എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് സമ്പാദ്യം കൊണ്ട് സ്വർണ്ണം പരിഗണിക്കണം, മുത്തയ്യണം. അതെ, അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് എനിക്ക് സ്വർഗ്ഗം വാങ്ങാനുള്ളതാണ് എന്ന ചിന്തയോട് കൂടെ ആരാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരാണ് റബ്ബിന്റെ അടുക്കൽ ഉന്നതർ. ഹബീബായ മുഹമ്മദ് മുസ്തഫ ദുനിയാവിന് യാതൊരു നിലയും വിലയും കണ്ടിരുന്നില്ലല്ലോ. ഉള്ളത് അങ്ങനെ തന്നെ കൊടുക്കലാ. ദുനിയാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഫാ കുന്നിന്റെ മേലെ കയറി. ഇപ്പൊ സഫാ കുന്നൊന്നും അങ്ങനെ കാണൂല, പരന്നുകൊണ്ടാണല്ലോ. ഈ സഫാ കുന്നിന്റെ മുകളിൽ നബി തങ്ങൾ കയറുമ്പോ ഒരാളുണ്ട്. അതാരാ? മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചീണെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് 2 കൊല്ലം മുമ്പ് പിന്നെ കണ്ട കുറെ ആൾക്കാർ എന്താ ഇപ്പൊ ഇങ്ങനെ ക്ഷീണം കണ്ട്, എന്തെങ്കിലും ക്ഷീണം എന്ന് ചോദിച്ചു. ഇടക്കിടക്ക് ചോദിക്കലുണ്ട്. ഒരു ദിവസം 10 വട്ടയിലും കേൾക്കും അത്, അല്ലെ? അപ്പൊ എന്താണ് ക്ഷീണം? അപ്പൊ ഓരോ പറഞ്ഞു, പിന്നെ ഭക്ഷണത്തിനുള്ള സംഗതി ഒന്നും വീട്ടിലില്ല. ഇതാണ് എന്ന് പറഞ്ഞോട് കൂടെ ഒരു ഭയങ്കര ഒച്ചന കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലോക്കിന്റെ ഭയങ്കര ഒച്ചന കേട്ടപ്പോ ഖിയാമത്ത് നാളായോ എന്ന് ചോദിച്ചു. ലോകാവസാനായോ? ഖിയാമത്ത് നാളായോ? ലോകം അവസാനിച്ചോ? എന്തൊരു ഒച്ചേട്ട് ചോദിച്ചു. അത് കാര്യാക്കണ്ട, അത് ഇസ്രാഫീൽ അലൈഹിസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ ഏതോ ആള് കണ്ടിട്ട് എന്താണ് ബോധം കെട്ടുകൂടും എന്നാണ് പ്രവാചകന്മാരിൽ പെട്ടൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പ്രാവശ്യമാണ് യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചം മുഴുവനും വെച്ചാൽ എത്ര ഉണ്ടാവും? അതിനേക്കാൾ വലുതാണ് ഒറിജിനൽ രൂപം എന്നാണ്. പിന്നെ രൂപം മാറിയിട്ട് ജിസ്മുൻ നൂറാനിയും യതശക്കലു ബി അശ്കാലിൻ മുഖ്തലിഫത്തിൻ സിവൽ കൽബി വൽ ഖിൻസീർ. നായയോ പന്നിയോ അതുപോലെയുള്ള ജീവികളല്ലാതെ മറ്റു ജീവികളുടെയൊക്കെ രൂപം പ്രാപിക്കാൻ കഴിയുന്നവരാണ് മലക്കുകൾ. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദഹിയ്യത്തുൽ കലബി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതായി കാണാം. ബദർ യുദ്ധത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മുശ്രിക്കീങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോ തലപ്പാവുധാരികളായ ആൾക്കാർ ഇറങ്ങിയപ്പോ ഞാൻ പോവുകയാണ് പറഞ്ഞു. എങ്ങിട്ട് വെച്ചു വല്ല പോവുകയാണ് പറഞ്ഞു. അപ്പൊ എന്താ ഓല കണ്ടിക്കാണ് പഴയ ആൾക്കാരാണ്, പഴയ ശിഷ്യന്മാരാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ ഓലക്കൊക്കെ മസിൽ പവറുള്ള ആൾക്കാരുമാണ്. ഈ പഴയ പവർ ഇപ്പൊ ഇബ്ലീസിന് ഇല്ലേനല്ലോ, അങ്ങനെ പോവുകയാണ്. Incoming transmission. ഈ നിലക്കുള്ള ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാമിന്റെ രൂപം കെട്ട് യഥാർത്ഥ രൂപം കണ്ടിട്ട് ബേജാറ് ചെയ്യണമെന്നാണ്.
അപ്പൊ മീകായിൽ അലൈഹിസ്സലാം നേരെ എന്താണ് ഇസ്രാഫിൽ അലൈഹിസ്സലാം ഭക്ഷണം സംഗതി ഒന്നും ഇല്ല, എങ്ങനെന്നായ പോലല്ലോ. തിഹാമ മുതൽ യസ്രിബ് വരെയുള്ള സ്ഥലങ്ങൾ മുഴുവനും അങ്ങേക്ക് സ്വർണമായി വരാം, അങ്ങേക്ക് സ്വർണമാക്കാം. അതിന്റെ ഇടയിലുള്ള മലകൾ മുഴുവനും സ്വർണമാക്കാം. ആ സ്വർണം അങ്ങക്ക് ഹാജരാക്കാം. അങ്ങനെ ഈ ഈ ദുന്യാവിന്റെ ഭരണാധികാരിയാക്കാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പോലെ വലിയ രാജാവാക്കാം. അതാണോ ആക്കേണ്ടത്? ഞാനൊരു അടിമയാവാൻ, ഒരു വിനയമുള്ള അച്ചടക്കമുള്ള അടിമയാവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയരത്തിരുന്ന് ഭക്ഷണം കഴിക്കൂല. നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. തറയിലിരുന്നിട്ടാ ഭക്ഷണം കഴിക്കുക. Disconnecting. തറയിലിരുന്ന് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. മറ്റേത് രാജാക്കന്മാരെ തീറ്റ നമുക്ക് പറ്റൂല, നമുക്ക് നബി പറഞ്ഞത്. അപ്പൊ ആ മട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയെപ്പോലെ വളരെ വിനയത്തോടു കൂടെ, അതും 3 വിരലേ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുള്ളൂ. നമുക്ക് 5 തികയില്ല. അങ്ങോട്ട് ഈ കജ്ജും കൂടി കൂട്ടലല്ല, അങ്ങോട്ട് കടിച്ചു വലിച്ചലാണ്. 3 വിരലേ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഏതായിരുന്നാലും ഈ ദുനിയാവ് അല്ലാഹു നമുക്ക് നൽകിയതാണ്. യജമാനനായ റബ്ബ് തആല നമുക്ക് നൽകിയ സമ്പാദ്യം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഒരു ദിവസം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് ഒരു സ്ഥലത്താക്കി പോന്നതാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു 14 കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം മുമ്പ് സൂചിപ്പിച്ചതാണ്. ഒന്ന്, ഇൻകാനല്ലാഹു തആല റിസ്ഖു മഖ്സൂമൻ ഫൽഹിർസു ലിമാദാ വഇൻകാനൽ ഖലഫു വലല്ലാഹ് ഫൽബുഖ്ലു ലിമാദാ. അല്ലാഹു തആല ഓരോരുത്തർക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കിട്ടോ എന്ന് ടെൻഷൻ ആകുന്നത്? അല്ലാഹു തആല ഓരോ ആളുകളെ കൃത്യമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു ദുരാഗ്രഹിയായി മാറുന്നത്? അള്ള പകരം തരാമെന്ന് ഏറ്റുകുണെങ്കിൽ പിന്നെ ഇജ്ജെന്തിനാ പിശുക്കണത്? അപ്പൊ ഒരിക്കലും പിശുക്കേണ്ടതില്ല. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൽ നിന്ന്, നിഅമത്തിൽ നിന്ന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെ ദത്തെടുക്കാൻ എനിക്ക് എത്ര തന്നിട്ടുണ്ട് എന്ന ബോധമുള്ള ആളുകൾ അവർക്ക് അത്തരം മേഖലയിൽ പ്രവർത്തിക്കാം. അവസരങ്ങൾ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല പകരം തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ പിശുക്കണെന്തിനാ? അല്ല പകരം തരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, രാവിലെ 2 മലക്കുകൾ പറഞ്ഞേക്കും. എന്തിനു ദ്വാരക്കാന്? എന്തിനാ ദ്വാരക്കണത്? അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫ, ചെലവാക്കുന്നവർക്ക് റബ്ബേ നീ പകരം നൽകണം. അല്ലാഹുമ്മ അതി മുംസിക്കൻ തലഫ, കൊടുക്കാതെ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നവർക്ക് നാശം കൊടുക്കണം എന്നാണ്. അപ്പോ കൊടുക്കുക എന്നുള്ളത് അത് ആഖിറത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി നാം ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. മഹാനരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം നമ്മെ ഒരുപാട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ 5 ലക്ഷണങ്ങൾ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ച ആ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളൊക്കെ ആവേണ്ടതുണ്ട് എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളത് കൊണ്ടുകൂടിയാണ് നേരത്തെ നിർത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു കബൂലാക്കുമാട്ടെ. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാണ്ട്. പിന്നെ ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടെ ഇൽമു പറയുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ഒരുപാട് മുതഅല്ലിമുകൾ പഠിക്കുന്ന നല്ല ദർസാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അപ്പോ ആ കുട്ടികളെ ദത്തെടുക്കാനുള്ള നല്ലൊരു അവസരമുണ്ട്. റമളാൻ മാസമാണല്ലോ. ഒരു കുട്ടിക്ക് ഒരു മാസം 2400 രൂപയെ വരുള്ളൂ. പല ആളുകളും എനിക്ക് ആരെ പറ്റി ഒന്നും അറിയില്ല. ആർക്കൊക്കെ വരുമാനമുണ്ട്, എന്തൊക്കെയാണ് വരുമാനം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ ഒരു 2400 രൂപ അല്ലാഹു തആല എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തിൽ നിന്ന്
തന്നുകൊണ്ടിരിക്കുന്ന കാലം ഇൻഷാ അള്ളാഹ് ഈ മുതഅല്ലിമീങ്ങളെ ദത്തെടുക്കാൻ ഞാൻ വിനിയോഗിക്കും എന്ന് ചിന്തയുള്ള ഒരാൾ കൈവയ്ക്കുക. നല്ല റാഹത്തേന്നു. അള്ളാഹുവെ സ്വീകരിക്കണം തമ്പുരാൻ. ഒരാൾ എഴുതിയേക്കണം കേട്ടോ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്പറും വാങ്ങണം. ഇനി ഒരാളോട് ഇനി കൈവയ്ക്കിയാൽ അള്ളാഹുവെ അതാ ഒരാൾ കൈവയ്ക്കിയാൽ അതാ മറ്റൊരാൾട്ടാ 2. അവിടെ ഒരാൾ 3 ഉണ്ട്. ഒരു 2-3 ആളുകൾ വന്നോട്ടെ. ഒന്ന് എഴുതിയേക്കാനൊക്കെ പറ്റിയ ഒരാൾ. ബിസ്മില്ലാ. ഷിഹാബ് സാഹിബ് ഒന്ന് എണീറ്റാണ്. ഒന്ന് റെക്കോർഡാക്കാൻ പേപ്പർ ഇതാക്കിയിട്ട്. അവിടെ ഒരാളുണ്ട്. ഒരാളാ. ബിസ്മില്ലാ. ഒരാളതാ. ടൈം പോകും. പേപ്പറിന്റെ പിന്നിൽ എഴുതി വെച്ചോളൂ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാ. ഇനി ഒരാളോടും കൈവക്കി 4 ആയി. അവിടെ ഒരാള് അങ്ങോട്ട് അവിടെ ചുമരം ഒരാൾ. പെട്ടെന്ന് നോക്കി കേട്ടോ. ആ പറഞ്ഞ ആളുകൾ എന്നാ പിന്നെ പറഞ്ഞെടുത്താൽ മതി. ബിസ്മില്ലാ. ഇനി ഒരാളും കൂടി 5 ആയി. അള്ളാഹു തആല പല റൂട്ടിൽ ഉറപ്പാ അങ്ങക്ക് പകരം തരുന്ന ഉറപ്പാ. ഒരാള്. ബിസ്മില്ലാ. നോക്കണില്ലേ? ഇനി ആരാ? 6 ആയി. 7, 8 ആയി. ഒരൊക്കെ പേര് കൊടുക്കണം കേട്ടോ. 7, 8. ഇനി ബിസ്മില്ലാ. ഇനി ആരാ? അള്ളാഹു തആല 9. ഇനി ആരാ? 10. എല്ലാരും പേര് കൊടുക്കണേ. ബിസ്മില്ലാ. 10. ഇനി ആരാ? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. എന്തോ രൂക്കില്ലാത്ത. ബിസ്മില്ലാ. ഇനി ആരാ? അള്ളാഹു തആല പല ബൈക്കും നമുക്ക് തരുന്നതല്ലേ. ആകെ 2500 ഒരു മാസത്തില്. എന്തങ്ങള് 450 മീൻ വാങ്ങണത് 325 ആക്കിയാൽ മതി. എന്നാൽ തന്നെ സംഭവം നടക്കുമല്ലോ. ബിസ്മില്ലാ. ഇനി ആരാ? 10 ആളായി. ആരെങ്കിലും ഒരു കുട്ടിക്ക് 80 രൂപയാണ് ഒരു ദിവസത്തിന്. ആ കണക്കിനാണ്. വേറൊരാള് 12. പിന്നെ ബിസ്മില്ലാ. 12 ആളായി. ഇനിയോ? വേറൊരാള് 13. ഇനി ആരാ? ദ്വാരക്കാണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ബിസ്മില്ലാ. ആ പേര് പറഞ്ഞ ആളുകളൊക്കെ ബിസ്മില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നല്ല അവസരമാണ്. പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓരോരുത്തരോടും ഉൾപ്പെടുത്തുന്നു. അതുപോലെ അവരവരുടെ ഭാര്യമാര്, കുടുംബങ്ങൾ, അതുപോലെ മരണപ്പെട്ടവരൊക്കെ ഉദ്ദേശിച്ച് കൂടിയാലോചന നടത്തി 1, 2 എത്ര കഴിയുന്നതെങ്കിൽ കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ പരമാവധി ഏറ്റെടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മൈക്കെന്ന് വെച്ചാട്ടെ. ഒരു മാസത്തിന് 2400 രൂപ. അങ്ങനെ ഒരു വർഷം. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? മൈക്കെന്താ തീരാ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇനി മാസത്തില് 1000 കഴിയുകയാണെങ്കിൽ 1000, 500 കഴിയുകയാണെങ്കിൽ 500, 2000 കഴിയാൻ 2000. അതിന് പറ്റിയ കുറച്ചാൾ കൂടി കൈവയ്ക്കാല് വളരെ റാഹത്താണ്. ബിസ്മില്ലാ. 1000 രൂപ. ഒന്നത് 30, 1000. പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളെ, അതുപോലെ ബാക്കവി ഉസ്താദിനെ, അതുപോലെ അഷ്റഫ് മുസ്ലിയാരെ അവരെ ബന്ധപ്പെട്ട് അവരുടെ സാന്നിധ്യം അറിയിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം നമുക്കൊന്ന് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ അവസാനത്തെ വഅദിന്റെ അന്ന് നമുക്ക് ദ്വാരക്കാം. ആ വഅദിന്റെ മുമ്പ് ഏൽക്കാനുള്ളവരൊക്കെ പരമാവധി ഏൽക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അനാഥ അഗതി മന്ദിരങ്ങൾ, ഹികമിയ, മഅദിൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് പൈസ നിയ്യത്തോടെ കവറിലിട്ട് കൊടുത്താൽ സക്കാത്ത് വീടുമോ എന്നതാണ്. വീടൂല.
സ്ഥാപനത്തിന് സക്കാത്ത് കൊടുത്താൽ സ്ഥാപനം എന്നുള്ളത് വീടില്ല, വീടാത്ത വീടില്ല എന്ന് തന്നെ പറയണല്ലോ. അപ്പൊ അതിന്റെ സംഗതി അങ്ങനെയാണ്. അത് ഞാനെങ്കിലും സക്കാത്ത് എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇതിന്റെ ഏതായാലും എല്ലാവരും വാങ്ങൂല. അങ്ങനത്തെ സക്കാത്ത് സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തിന്റെ 8 അവകാശികൾ ഫിത്ർ സക്കാത്ത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് പറയാം. ഞങ്ങളുടെ പിതാവ്, അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ പിതാവ് മരിച്ചിട്ട് 4ാമത്തെ കൊല്ലമാണ്. ഉമ്മ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അവർക്ക് കുറച്ച് സ്വത്തുണ്ട്. അതിന് 8 അവകാശികളുണ്ട്. ഇതുവരെ ഭാഗം കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്. ഓരോരുത്തരുടെയും കടുംബത്തെ അവ ദ്വേർക്കാൻ വേണ്ടിയിട്ടാണ്. അനന്തര സ്വത്ത് മരണപ്പെട്ട ഉടനെ തന്നെ അത് ഓഹരി ചെയ്യണമെന്നാണ്. കാരണം അതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഓരോ പല കൂട്ടുസ്വത്തായതുകൊണ്ട് അത് വേർതിരിക്കാത്ത കാലത്തോളം ഭയങ്കര വിഷയമാണ്. അതുകൊണ്ടാണ് അനന്തര സ്വത്ത് ഓഹരി ചെയ്തിട്ടില്ലെങ്കിൽ ഖബറിൽ കടന്ന് മയ്യത്ത് വല്ലാതെ വിഷമിക്കുന്നതാണ്, ദുഃഖിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഓഹരി ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ 5 കൊല്ലം, എത്ര കൊല്ലം, കുറെ കൊല്ലമായി പറഞ്ഞത് 6 വർഷം കഴിഞ്ഞു. അപ്പൊ 6 വർഷം ഉമ്മാനെ ഇടങ്ങാറാക്കിയിട്ടുള്ളൂ. ആ ഉമ്മ 6 വർഷം ഇടങ്ങാറായി, ഇനി ഇടങ്ങാറാകണ്ട എന്നുള്ള ചിന്തയുള്ള ആൾക്കാരെന്ത് ചെയ്യുക? അതിന് സന്നദ്ധരാക. എന്ത് വിട്ടുവീഴ്ചക്കും? ദുന്യാവിന്റെ കാര്യമല്ലേ, ആ ദുന്യാവിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് ഇതാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അല്ലാഹു തആലയുടെ സിംഹാസനം 7ാം ആകാശത്താണെന്ന് ഒരു മുജാഹിദ് പുസ്തകത്തിൽ കണ്ടു. വിശദീകരിച്ചാലും 7ാമത്തെ ആകാശത്തിലൊന്നുമല്ല, വേറെ അല്ലാഹു തആല അർശിൽ ഇസ്തിവ ആയി എന്ന് പറഞ്ഞാൽ അള്ളാഹു മേലെയാണെന്ന് ചില ആൾക്കാർ അർത്ഥം വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും അല്ല. അള്ളാഹുവിന് സ്ഥലം ഒരിക്കലും സങ്കല്പിക്കാൻ പാടില്ല, കാലം ഒരിക്കലും സങ്കല്പിക്കാൻ പാടില്ല. അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്, എന്നും ഉള്ളവനാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, യൂനുസ് നബി അലൈഹി സ്വലാമിനേക്കാൾ എന്നെ നിങ്ങൾ പൊക്കേണ്ടതില്ല, ശ്രേഷ്ഠമാക്കേണ്ടതില്ല. യൂനുസ് നബി അലൈഹി സ്വലാമിനേക്കാൾ ശ്രേഷ്ഠമാണ് മുത്തുനബി, നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? യൂനുസ് നബി കടലിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവോട് വിളിച്ചതും 7 ആകാശത്തിന്റെ അപ്പുറത്ത് വെച്ച് അള്ളാഹിനെ വിളിച്ചതും രണ്ടും സമമാണ്. കാരണം അള്ളാഹു സ്ഥല കാലാതീതനാണ് എന്നതാണ്. അപ്പൊ അർശിൽ ഉണ്ടാവുക അതുപോലുള്ള സംഗതികൾ അതൊരിക്കലും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മുസ്ലിം ചെറുപ്പക്കാരിൽ കാണുന്ന മേൽഭാഗം നിർത്തുകയും ചെയ്യുന്നു. ചില കുട്ടികളെ തലയ്ക്കൊക്കെ നോക്കിയാൽ ഈ പജി കണ്ടത്ത് ചാടിയ പോലെ ഉണ്ടാകും. എന്നുവെച്ചാൽ അവിടെ ഒരു കടി, ഇവിടെ ഒരു പിടി, അവിടെ അങ്ങനെ ആ കൂടെ ഉണ്ട്. ഇങ്ങനെ ചില രക്ഷിതാക്കൾ കുട്ടികൾക്കും ശീലിപ്പിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കൊണ്ടുവന്നു ദ്വേർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതില് സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, എൻ്റെ അടുത്ത് കത്തി ഉണ്ടോന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. ഈ കുട്ടീനെ പിടിച്ച് അറുക്കാനാണ് അറിഞ്ഞു. അറുക്കാനോ? എന്താ അതിന് മാത്രം എന്താ? എന്റെ കുട്ടി പാവാണ്, തെറ്റ്, എന്ത് ചെറിയ കുട്ടിയല്ലേ. അല്ല, ഈ കോലത്തിൽ എന്റെ കുട്ടീനെ കൂടുന്നതിനേക്കാൾ നല്ലത് കുട്ടീനെ അറുത്ത് വാരി കൊടുക്കലാണ്. കാരണം എന്താ പറഞ്ഞാൽ ആ കുട്ടിയുടെ തല കണ്ടോ, കുറച്ച് നിർത്തിയിട്ട് ബാക്കി വെട്ടിയത് കണ്ടില്ലേ. ഈ ശീലം കുട്ടിക്ക് എന്താവുകയാണ്? ഇത് നരകത്തെ വേഷമാണെന്നാണ്. നരകത്തിലാണ് അവിടെ ഇവിടെ ഇതാക്കിയിട്ട് മുടി ഒരുപോലെ ഇതാക്കുക. അപ്പോ ഈ ഒരു സംസ്കാരം മുസ്ലിമിനൊരു സംസ്കാരമുണ്ട്. അപ്പൊ കുറച്ച് ഇങ്ങനെ വെട്ടിയായിട്ട് ബാക്കി ഇങ്ങനെ നിർത്തുക എന്നുള്ളത്, അതേപോലെ കുട്ടികളെയും അങ്ങനെ വെട്ടിക്കൊടുക്കുക എന്നുള്ളത് കുട്ടികളെ അറുക്കണേണ്ടാക്കാളും അപ്പുറമാണ്. സിദ്ദീഖുള്ളാഹി പറഞ്ഞതായി കാണാം. അപ്പൊ ഒരിക്കലും നമ്മുടെ മക്കളെ അങ്ങനെ ശീലിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വള, ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വള ഉണ്ടാകുമല്ലോ, ചെയ്യുന്ന ഇങ്ങനെ ചില സംഗതി കുട്ടികൾക്കൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ ചരട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഈ ആൺകുട്ടികളുണ്ടെങ്കിൽ ചരട് കെട്ടിക്കാണ്ട് ഇങ്ങനെ അടക്കുക. നൂല് മന്ത്രിച്ചാൽ തന്നെ നൂലിന്റെ ഒരു നിബന്ധനയാണ് എന്ത്? ആൺകുട്ടികൾ കാണാത്ത ഭാഗത്ത് നൂല് കെട്ടണം എന്നാണ്. അവ കയ്യുമ്മ കെട്ടുക എന്നുള്ള സംഭവമല്ല. അപ്പൊ ഈ കയ്യുമുള്ള ചരട് പിന്നെയാണ്, ഈ ചരടാണ് പിന്നെ ഒരു ചെയിനാകണത്, ആ ചെയിനാണ് പിന്നെ ഒരു വളയാകണത്, ആ വളയാണ് പിന്നെ ഒരു വടാകണത്. എന്നിട്ട് അതോട്ട് അങ്ങനെ ആക്കി നടക്കുക എന്നാണ് വലിയൊരു സംഭവം തന്നെയാണെന്നൊക്കെ വിചാരം. അപ്പൊ ഒരിക്കലും അങ്ങനെ മക്കൾക്ക് ശീലിപ്പിക്കാൻ പാടില്ല. അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മുദ്ദസിർ സൂറത്തിൽ 19 എന്ന അക്കത്തിന്റെ ഉദ്ദേശം എന്ത് എന്നാണ്. അലൈഹാ തിസ്അത്തശർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരായത്തുണ്ട്. നരകത്തിന്റെ പറാവുകാരായ 19 മലക്കുകളെ കുറിച്ചുള്ളതാണ്.
19 എന്ന അക്കം വിശദീകരിക്കുന്ന ഒരു കിതാബ് തന്നെ ഉണ്ട്. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, വിശദീകരിക്കാൻ സമയം ഇല്ല. മനസ്സിൽ പല പല ചിന്തകളും തോന്നുന്നു, അതിൽ തെറ്റുണ്ടോ എന്നാണ്. അത് പല പല ചിന്തകളുടെ കൂട്ടത്തിൽ നല്ല ചിന്തകൾ തോന്നിയാൽ മതി, എന്നാൽ തെറ്റില്ലാതിരിക്കുമല്ലോ. അത് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുക. ഓന് ഓളായ എന്താ കാട്ടുക, ഓള് ഓനായ എന്താ കാട്ടുക, ഇങ്ങനെ ആവശ്യമില്ലാതെ. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചിട്ട് കാഫറായോ എന്നൊരു തോന്നല്, ഇങ്ങോട്ട് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ ഷഹാദത്ത് കലിമ എങ്ങനെ ചെല്ലി വെക്കും. അത് ചെല്ലിയിട്ടോട് ശരിയാവണമില്ല, ഇങ്ങോട്ട് നൊലോളിച്ചും ചെയ്യും, ഇങ്ങോട്ട് ഫോം വിളിക്കും. അങ്ങനെ തോന്നിയാ എന്താ കാട്ടുക, ഇങ്ങനെ തോന്നിയാ എന്താ കാട്ടുക, അതാക്കുക ഇതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുകയും ചെയ്യും. അപ്പോ വല്ല ആവശ്യമില്ലാത്ത തോന്നുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്ട് തുപ്പിക്കൊടുക്കുക. എന്നാ അങ്ങനെ ചിന്ത പോകാൻ നല്ലതാണെന്നാണ്. പള്ളികളിൽ നിസ്കരിക്കുന്നവർക്ക് ശല്യമുള്ള രൂപത്തിൽ ഖുർആൻ, സലാത്ത്, ഹദ്ദാദ് പോലത്തവ ചെല്ലാവും എന്നുള്ളതാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ നേരത്തെ നിസ്കരിക്കുക, പള്ളി നിസ്കരിക്കാൻ ദിക്ർ ചെല്ലാനുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ നടത്തി വരാറുള്ള റാത്തീബുകൾ അങ്ങനെ പള്ളിയിൽ നടത്തുന്നുണ്ടെങ്കിൽ അവര് അപ്പുറത്തെവിടെങ്കിലും പോയി നിസ്കരിക്കുക എന്നുള്ളതല്ലാതെ ഇത് മാറ്റിവെച്ചണോ ശല്യമാണ് എന്ന് തിരിക്കലും ചിന്തിക്കാൻ പാടില്ല. നേരത്തെ പള്ളിയിലേക്ക് വരേണ്ടതാണ്. പിന്നെ സബീനയിലും മറ്റും റമളാൻ മുഴുവനും മറ്റു ദിവസങ്ങളിലും പകലും രാത്രിയും മറ്റും ചെല്ലാൻ പലതും എഴുതി കാണുന്നു. അത് മഹാന്മാരായ പണ്ഡിതന്മാർ സ്വാലിഹീങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. അത് ഹദീസിലും മറ്റും വന്നതാണോ? പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതുപോലെ ടി വിയിൽ പറയുന്നത് ഇസ്ലാമികമാണോ? ടി വിയിൽ പറയണ എങ്ങനെ ഇസ്ലാമികമാണോ? ടി വി പല ആളുകൾ പലതും പറയും. ടി വിയിൽ ഇപ്പൊ നല്ല വയലൊരാളെന്താണ്, നല്ല ഒരു വലിയൊരു ഉസ്താദ് കാര്യമായൊരു വിഷയം എന്താക്കുകയാണ് ഇങ്ങനെ സംപ്രേഷണം ചെയ്യാണ്. ഇപ്പോൾ വലിയൊരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ സംഭവത്തിലോ ഒക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ഉസ്താദുമാരുടേത് ഇതാക്കുന്നുള്ളതല്ലാതെ ടി വിയിൽ പല പ്രോഗ്രാമും ഉണ്ട്. ആ പ്രോഗ്രാം പെട്ടാണ് നാള് അസ്രായിൽ നടൊരു മലക്കന്നല്ല ഒരു മൂലര് പറഞ്ഞാണ്, വേറൊരു മൂലര് പറഞ്ഞ ദേസ്യം പിടിച്ച് തലാക്കില്ല പൂകന്ന് വെച്ചൂല. അങ്ങനെ ഓരോ ആളുകൾ ഓരോരുത്തർക്ക് തോന്നിയ ഫത്വ എങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ എങ്ങനെ ശരിയാകണത്? അങ്ങനെ ഉണ്ടാകൂല. അപ്പൊ നാളെ ഏഷ്യാനെറ്റിലുണ്ടായി മുമ്പ് ഒരു വാർത്ത വരിക, ഒരാളെ പറ്റിയിട്ട് ഒരാരോ വാർത്ത കൊടുത്ത് അറിയില്ല, മരിച്ചു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ വാർത്ത കൊടുത്തു, ആളെന്തായിട്ടില്ല, മരിച്ചിട്ടില്ല. പണ്ട് വേങ്ങര ഉണ്ടായാലും ഒരു പ്രശ്നം, ഒരാളോട് വല്ലാത്ത ദേഷ്യം. അപ്പൊ അയാൾ പള്ളിക്ക് ആ ഒരു പള്ളിക്കാണ് എത്തപ്പെടുക എന്നുള്ളത് ഉറപ്പായപ്പോ ആ പള്ളിയിലത്തെ ഉസ്താദിനൊരു മയ്യത്തും കത്ത്. ബഹുമാനപ്പെട്ട മജീദ് ഹാജി എന്നവർ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം നല്ല പൗരപ്രമാണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്തേരനാന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തി. ഉസ്താദ് ഇതിന്റെ ശേഷം ദുആ കഴിഞ്ഞിട്ടാണ് നീച്ചിട്ടാണ് വായിച്ചു, ഭയങ്കര സഹായിയാണ്, എല്ലാവർക്കും അത് ചെയ്യണതാണ്, ഇന്ന സ്ഥലത്തുള്ള മജീദ് തന്നെ. അപ്പൊ ഇയാൾ നീച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പലതും മാധ്യമങ്ങളിൽ പലതും സംഭവം കാണാം. അപ്പോ അത്തരമുള്ളതൊന്നും ഇസ്ലാമിക. പുക്കളിന്റെ താഴെ തുണിയെടുത്ത ശേഷം ഷർട്ട് ധരിച്ച് നിസ്കരിച്ചാൽ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പൊ ഈ പൊക്കിള് മറച്ചിട്ട് തന്നെയാണ് ഇതാവേണ്ടത്. നേരത്തെ ഫാൻറ് ഇൻസൈഡ് ചെയ്തിട്ട് മുകളിലെ ബട്ടനൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അവിടെ ശരിയാകുമല്ലേ എന്നുള്ളത് നോക്കണം എന്നുള്ളതല്ലാതെ മറ്റേത് ശരിക്കും പുക്കൾ തന്നെ മറക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. സഹോദരൻ വഹാബിയായാൽ അവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പുലർത്തേണ്ടത് എന്നതാണ് മറ്റൊരു ചോദ്യം. അത് ഇൻഷാ അല്ലാഹ് ആദർശ വിശദീകരണം നടത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറയതാ പിന്നെ ബദറിൽ ശത്രുക്കളെ നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം മാത്രം പോരെ, കൂടുതൽ മലക്കുകൾ എന്തിനാണ് ഇറക്കിയത് എന്നുള്ളതാണ്. അത് ജിബ്രീലും വേണമെന്നില്ല, കുംഫയക്കും എന്നാണ്. അള്ളാഹു തആലക്ക് അങ്ങനെ മതിയല്ലോ. വേറെ കുറെ ആൾക്കാരൊട്ടും എന്നാണ് പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാമും വേണമെന്നില്ല. അവനെന്താണ്, ഓരോ സംഗതിക്കും ഓരോ ഹിക്മത്തുണ്ട്. ആ മലക്കുകൾ പോലും താല്പര്യം പ്രകടിപ്പിച്ചത് വ്യാഴാഴ്ചത്തെ വയതിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഒരു കാരണം. ഉസ്താദ് പറഞ്ഞു, ജിബ്രീൽ എന്നോട് വയസ്സ് ചോദിച്ചപ്പോൾ 70,000 കൊല്ലം കൊടുക്കുമ്പോൾ ഉദിക്കുന്ന ഇത് 70,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മൗലൂദിൽ. അന്ന് മൗലൂദിൽ പറയുന്ന ആദം നബിനെ പടക്കണതിന്റെ മുമ്പ് 2000 കൊല്ലം മുമ്പ് നൂറ് സൃഷ്ടിച്ചു എന്നതാണ്. അതാണ് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100 70,000 എന്നൊരു മൗലിദിൽ കാണാം, 2000 എന്നൊരു മൗലിദിൽ കാണാം, അൽഫി ആമിൻ 1000 എന്നുള്ളത് കാണാം. അത് കറക്റ്റ് എണ്ണമല്ല, അവിടെ ഉദ്ദേശം കുറേ എന്നാണ്. ഇപ്പൊ 100,000 കുന്തണ്ട് എന്നറിയും ചില ആൾക്കാർ. എന്നാ ഒരു 100,000 കൂടെ ഒന്നും കൂടി എന്റെ കുന്തം കൂടിയും കൂട്ടിക്കോളി എന്നറിയും ചില ആൾക്കാർ, തമാസൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രയോഗമാണ്, അത് മുറാദ് അല്ല എന്ന് ഹാഷ്യത്തുൽ മദാബിഖ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 മാസം ഭർത്താവിന്റെ കൂടെ നിന്ന സ്ത്രീയെ തലാഖ് ചൊല്ലിയപ്പോൾ മഹർ തിരിച്ച് ബലമായി വാങ്ങി. വല്ലാത്തൊരു വാങ്ങലായി.
അന്നാട്ടിലെ ഖാദിയോട് വിവരം പറഞ്ഞപ്പോ നിങ്ങൾ പൊരുത്തപ്പെട്ടോളി എന്നാണ് മറുപടി പറഞ്ഞത്. ഖാദിയരും സാറാണ്, ഒക്കെ റാഹത്താണ്, അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അത് നല്ല മര്യാദ തന്നെയാണ്. പൊരുത്തപ്പെട്ടാ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്താണ്, അതായത് നിക്കാഹ് കഴിഞ്ഞാൽ ഈ നിക്കാഹിന്റെ ബന്ധത്തിന്റെ ശേഷമാണ് തലാഖ് ചൊല്ലിയതെങ്കിൽ ഈ മഹർ മുഴുവനും അവളുടേതാണ്. നേരെ മറിച്ച് നിക്കാഹ് കഴിഞ്ഞു, കൂട്ടിക്കൊടുന്നിട്ടൊന്നുമില്ല, കേവലം അഖദ് ഇടപാട് മാത്രമാണ് കഴിഞ്ഞതെങ്കിൽ ഈ മഹറിന്റെ പകുതി അവൾക്കുള്ളതാണ്. ഫുള്ള് തിരിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ പകുതി അവൾക്കുള്ളതാണ്, പകുതി പുറത്തേക്കുള്ളതാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ബന്ധവും കഴിഞ്ഞതിന് ശേഷമാണ് ഓളതാണ്. ഓള സംഗതി ഇവര് പിടിച്ചോടിച്ചോണ്ട് പോയിട്ട് ഞാൻ പൊരുത്തപ്പെട്ടോളി എന്ന് പറയാൻ പൊരുത്തപ്പെടാണെങ്കിൽ ഒരു പ്രശ്നമല്ല, അതിന് യാതൊരു കുഴപ്പമല്ല. അപ്പോ അത്തരം വിഷയങ്ങളിൽ പൊരുത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പൊരുത്തപ്പെട്ടാലേ ഹലാലാവുള്ളൂ. വൈൻ ത്വിബിന ലക്കും അൻ ശൈ വകുലു ഹനീഅൻ മരീഅ. ഓല് പൊരുത്തപ്പെട്ട് തന്നാൽ അത് സ്വീകരിക്കാമെന്നാണ് മഹറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശി. ഇന്നുള്ള അഹ്ലു ബൈത്ത് ഗോത്രം മാറിപ്പോയത് എങ്ങനെ? നബിയുടെ കുടുംബം എല്ലാവരും ഖുറൈശിയാവണ്ടേ? വിശദീകരിച്ചാലും എന്നാണ്. കാരണം ഇന്ന് കുറെ തങ്ങന്മാർ ഓരോരുത്തർ, ചില ആളുകൾ ശിഹാബ് കബീല, ചില ആള് ബാഫഖീഹ് കബീല, ചില ആളുകൾ അങ്ങനെ അഹ്ദൽ കബീല, ബുഖാരി കബീല, അങ്ങനെ വ്യത്യസ്ത കബീലകളാണല്ലോ ഉള്ളത്. ഒക്കെ ഖുറൈശിയാണെങ്കിൽ പിന്നെ എങ്ങനെ സംഭവം മാറിയതെന്നാണ്. ഈ കബീലകൾ മാറാൻ ചില പശ്ചാത്തലങ്ങളുണ്ട്. ഇപ്പൊ ഐദറൂസ് സാദാത്തുക്കളിലെ സയ്യിദന്മാരിലെ ഒരു വിഭാഗമാണ് തങ്ങന്മാർ കുടുംബത്തിൽ ഐദറൂസ് എന്ന് പറയുന്ന കബീല. അത് ഐദറൂസ് എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിന്റെ മുകളിൽ യാത്ര ചെയ്യാന്നാണ്. അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ഒരു വലിയ ഒരാള് സിംഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞതാണ് അൽ ഐദറൂസി. അവിടെ മുതലാണ് ഐദറൂസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൽമിന്റെ മേഖലയിൽ വലിയ സംഭവമായതിന്റെ പേരിലാണ് ബാഫഖീഹ്. ബേ എന്നുള്ളത് നെഫിന്റെ ഹർഫാണ് ഉറുദുവിൽ, ബാ എന്നുള്ളത് മുസ്ബത്തിന്റെയാണ്. ബേ ഫഖീഹ് എന്ന് പറഞ്ഞാൽ ഇൽമില്ലാത്തവരെന്നാണ്. ബാഫഖീഹ് നല്ല ഇൽമുള്ളവർ, വിവരമുള്ളവർ, അങ്ങനെ വന്നതാണ്. അഹ്ദൽ, ഇപ്പൊ മർക്കസിന്റെ മുൻ പ്രസിഡന്റ് മർഹൂം അഹ്ദൽ തങ്ങൾ. അഹ്ദൽ എന്നാൽ അലൽ ഇലാഹി ദല്ല, അള്ളാഹുവിന്റെ മേൽ അറിയിച്ചവർ, സൂഫി വര്യന്മാരായി നിലകൊണ്ടതിന്റെ പേരിൽ അലൽ ഇലാഹി ദല്ല എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് അഹ്ദൽ എന്ന് ഉപയോഗിക്കുന്നതെന്ന് ഖുലാസത്തുൽ മഫാഖിറിൽ കാണാം. അപ്പൊ ഇങ്ങനെ കുറെ പ്രയോഗങ്ങൾ അങ്ങനെ വന്നതാ. അങ്ങനെ ബുഖാറ, സോവിയറ്റ് റഷ്യന്റെ ആ ഭാഗം, അതുപോലെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, തെരിയമെന്ന് വന്നവർ, അങ്ങനെ ആ പ്രദേശത്തുള്ള ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്ന പേരുകളാണത്. എല്ലാവരുടെയും തറവാടൊന്നാണ്. ഇപ്പൊ എല്ലാ തങ്ങന്മാരും ഖുറൈശിയാണ്. നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാമിന്റെ തറവാട്ടുകാരാണല്ലോ. ആദം നബി അലൈഹി സ്വലാമിന്റെ തറവാടിന്റെ പേര് നമുക്കറിയാത്തോണ്ടാണല്ലോ നമ്മൾ അത് അറിയപ്പെടാത്തത് ഒന്നത്, അല്ലെ? ഏതാണെന്നറിയില്ല. ഇപ്പൊ കരിമ്പനക്കൽ, ചീലത്ത് എന്നൊക്കെ പറയും പോലെ ഏതാണെന്നറിയില്ലല്ലോ. പിന്നെ മുടി കറുപ്പിച്ചവന്റെ ജനാബത്ത് കുളി ശരിയാകുമോ എന്നതാണ്. മുടി കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സംഗതിയാണ്. ഇന്ന് ആൾക്കാർ പ്രശ്നമാക്കാത്തൊരു സംഗതിയാണ്. ആൾക്കാർ നമ്മളെക്കുറിച്ച് ചെറുപ്പക്കാരെന്ന് വിചാരിക്കണം എന്ന് കരുതിയിട്ടാണോ എന്തോ അറിയില്ല, ചില ആൾക്കാരങ്ങനെ പെയിന്റ് അടിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലഅനത്ത് ചെയ്ത 3 വിഭാഗങ്ങൾ. ഒന്ന് പലിശയുമായി ബന്ധപ്പെടുന്നവർ, മറ്റൊന്ന് മുടി കറുപ്പിക്കുന്നവരാണ്. മുടി കറുപ്പിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഖബറിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടൂല എന്നാണ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളത്. അതുകൊണ്ട് മുടി കറുപ്പിക്കുന്ന ആളുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. മൈലാഞ്ചിടുന്നതിന് പ്രശ്നമല്ല, ഒറിജിനൽ മൈലാഞ്ചിടുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ മൈലാഞ്ചി ഇട്ടാലൊന്നും, ഈ മൈലാഞ്ചിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇളകുന്ന രൂപത്തിലാണെങ്കിൽ ഉദൂനെ ബാധിക്കും, ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുളിയെയും ബാധിക്കും. ഇളകാത്ത രൂപത്തിലാണെങ്കിൽ എന്നുവെച്ചാൽ അതും തടിയുള്ളതാണെങ്കിലും ബാധിക്കും. ഇപ്പൊ തടിയുള്ള വളഞ്ഞി, അതുപോലെ ചുണ്ണാമ്പ് പോലെയുള്ളത് വെള്ളത്തെ തടയുന്നത് ബാധിക്കുമല്ലോ. അതേപോലെ ഇത് ഇളകുന്നതോ അതല്ലെങ്കിൽ അതിന് ജുർമ് തടിയുള്ളതോ ആണെങ്കിൽ തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ വിഗ് മുടി വെക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഗൾഫ് ഗേറ്റ്, അല്ലാത്ത ഗേറ്റ് കുറെ ഉണ്ട്. അത് 3 രൂപത്തിലുണ്ട്. വസുൽ അശ്ശഅർ എന്നതിന് പറയും. ഒന്ന് സാധാരണ മുടിയുടെ സ്വഭാവത്തിലേക്ക് വരുന്ന സംവിധാനം ഒന്ന്. രണ്ടാമത് മറ്റുള്ളവരുടെ മുടി ഉപയോഗപ്പെടുത്തിയിട്ട് ഇടക്കിടക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന
ഒരു 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 സംവിധാനം. മൂന്നാമത്തത് മുടിയല്ല, നേർമയായ മുടിയുടെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ തരം ഒരു ബ്ലാക്ക് നൂൽ ഘടിപ്പിച്ച് മുടിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അങ്ങനെ വെക്കുന്ന ഒരു വിഗിന്റെ സമ്പ്രദായം. ഇങ്ങനെ 3 രൂപത്തിലാണ് ഈ മുടി വെക്കുക എന്ന് പറയുന്ന സംഭവം. അതിൽ ഈ എടുത്തു വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ മുകളിലൂടെ കുളിച്ചാൽ സഹീഹ് ആവൂല. അതുപോലെ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ദ്വാരമാക്കി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് വെക്കുകയാണെങ്കിലും അതിലും വെള്ളം തട്ടാൻ പ്രയാസമാണ്. എന്നാൽ ഒരു പ്രത്യേക ഹോർമോൺ വർധനവിനുള്ള ചില മെഡിസിൻ ഉപയോഗിച്ച് ചില പ്രത്യേക കുത്തിവെപ്പുകൾ നടത്തിയിട്ട് ആ ഭാഗങ്ങളിൽ പ്രത്യേകം ഇങ്ങനെ ഹോർമോണൊക്കെ വളർത്തിയെടുത്ത് അതിൻ്റെതായ വിത്ത് എന്ന് നമുക്ക് പറയാം, അതിൻ്റെ ഒരു ചെറിയ സംഭവങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന മുടിയാണെങ്കിൽ ആ മുടിയുടെ സ്വഭാവം സാധാരണ മുടി വളരുന്ന രൂപത്തിൽ തന്നെയാണെങ്കിൽ അതിന് കുഴപ്പമില്ലെങ്കിലും അതുകൊണ്ട് പാർശ്വഫലങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അതോടുകൂടെ അതിൽ ഉപയോഗിക്കുന്ന വിഷയം എന്താണ് എന്നറിയുകയുമില്ല. അതോടുകൂടെ ഇപ്പൊ മറ്റുള്ള ആളുകളുടെ മുടി വെക്കാൻ ഒരിക്കലും പാടില്ല. വേറെ ഇപ്പൊ ഈ ബാർബർ ഷാപ്പത്തെ മുടിയൊക്കെ ചിലപ്പോൾ ആൾക്കാർ കൊണ്ടുപോകലുണ്ട്, എന്നിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. മുടി എന്ന് പറഞ്ഞാലും നഖം എന്ന് പറഞ്ഞാലും അത് ദഫൻ ചെയ്യൽ സുന്നത്താണ്, മറക്കൽ നിർബന്ധമാണ്. കാരണം അത് മയ്യത്തിന്റെ അതേ ഹുക്കുമാണ് അതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് എന്ന് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറെ ഒരു ചോദ്യം, പള്ളിക്ക് വഖഫ് ചെയ്ത ഒരു തെങ്ങ് എന്റെ സ്ഥലത്തുണ്ട്, എനിക്ക് വീട് വെക്കണമെങ്കിൽ ആ തെങ്ങ് മുറിക്കണം, വേറെ തെങ്ങ് കൊടുക്കാനും ഇല്ലെങ്കിൽ പുതിയ തെങ്ങ് വാങ്ങുക, ഇങ്ങോട്ട് അത് കൊടുക്കുക തന്നെ വേണം ഒന്ന്. അല്ലെങ്കിൽ ആ മുറിച്ച തെങ്ങ് ഏകദേശം എത്ര കാലമാണ് വളരുക എന്നൊരു ആവറേജ് കണക്ക് കൂട്ടിയിട്ട് ആ കണക്കിനനുസരിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതുമാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ഇൻഷാ അള്ളാഹ് കിതാബു സുൽഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അത് നാളെ വിശദീകരിക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് നാളത്തേക്ക് വേണ്ടി വെക്കുകയാണ്. പിന്നെ ട്രെയിൻ യാത്രയിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബല പരിഗണിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിന്ന് നിസ്കരിക്കണം എന്നില്ല. അപ്പൊ വണ്ടി പോകുമ്പോൾ നമുക്ക് കേക്കോട് തിരിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു കുഴപ്പമില്ല, ദുഹസ്കരിക്കുക ഇങ്ങനെയൊക്കെ നിസ്കരിക്കുക. എന്നാൽ ഫർള് നിസ്കരിക്കുമ്പോൾ വാഹനത്തിലാണെങ്കിലൊക്കെ നിൽക്കണം എന്നാണ്. പക്ഷെ ആ നിൽക്കൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ദൗറാനു റഅ്സ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിസ്കരിക്കൽ ഇരുന്ന് നിസ്കരിക്കുക. ആ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പൊ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും ഖിബിലൊക്കെ തെറ്റും. അത് വഖത്തിന്റെ ഹുർമത്ത് നോക്കി നിസ്കരിക്കണമെങ്കിലും അവിടെ ഖളാ മടക്കി നിസ്കരിക്കേണ്ട ഘട്ടം വരെ വരും എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാലങ്ങളായിട്ട് ഭർത്താവുമായി പിരിഞ്ഞിരിക്കുന്ന സ്ത്രീ വിവാഹമോചനം നടത്തിയിട്ടില്ല, ചെലവിനും തരുന്നില്ല. ഭർത്താവ് മരിച്ചാൽ ഇദ്ദ ഇരിക്കണോ എന്നതാണ് ചോദ്യം. ചെലവ് കൊടുക്കാൻ അയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. ഇല്ലെങ്കിലോ അയാൾ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ വഫാത്തിന്റെ ഇദ്ദ ഇരിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നാട്ടിലെ മദ്രസയിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നതിന് പകരം മുഹമ്മദ് എന്നുള്ളതിന് പകരം മുഹമ്മദ് എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ്. ഒരിക്കലും ശരിയല്ല, മുഹമ്മദ് എന്ന് തന്നെ ശീലിക്കേണ്ടതാണ് എന്നാണ് ഉറപ്പെടുത്താനുള്ളത്. പിന്നെ ഈത്തിക്കാഫിന്റെ കൂലി ലഭിക്കാൻ ശരീരം പൂർണ്ണമായി പള്ളിയിൽ അവലംബിക്കണോ? ഒരു മുസല്ലയോ മറ്റു വല്ലതോ വഖഫ് ചെയ്ത് അതിൽ നിസ്കരിച്ച് വീട്ടിൽ വെച്ച് അതിൽ ഉറങ്ങുകയോ ചെയ്താൽ കൂലി ലഭിക്കുമോ? പള്ളിയായി പരിഗണിക്കപ്പെടുമോ? വിശദീകരിക്കുക. എന്നാൽ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്ത് ഈ പായികളൊക്കെ കെട്ടി അങ്ങനെ ആണിയടിക്കുന്ന, ഇപ്പൊ എംഎസ്താദിന്റെ വീട്ടിൽ ഒരു റൂമിൽ അങ്ങനെ പ്രത്യേകം മുസല്ല അങ്ങനെ ഒട്ടിച്ച് ആ സംവിധാനിച്ച് വഖഫ് ചെയ്തതായി കാണാം. അതിൽ അവിടെ നിസ്കരിച്ചിരുന്നത് അങ്ങനെയുള്ള സംവിധാനമല്ലാതെ അതെന്തിനാണ് അങ്ങനെ ആക്കണത്? പിന്നീടൊരു കാലത്ത് ഇത് മാറ്റേണ്ടി വന്നാൽ, വിൽപ്പന നടത്തേണ്ടി വന്നാൽ ഇതൊക്കെ പറിച്ചു കളഞ്ഞാൽ വഖഫ് അല്ലാന്റെ ഹുക്മ് അല്ലാത്തമാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് വിരോധം ഇല്ല. എന്നാൽ പള്ളിയിൽ വീട്ടിൽ ഒരു നിസ്കാര റൂം ഉണ്ടായിരിക്കൽ ആ വീടിന്റെ മര്യാദയിൽപ്പെട്ട സുന്നത്താണ് എന്ന് മുമ്പ് വീട് സംബന്ധമായ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ വിശദീകരിച്ചിരുന്നു. പിന്നെ ആ നിലക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, താടി വടിക്കാമോ എന്നതാണ്. താടി വടിച്ചവർ ക്ഷമിക്കുക, വടിക്കുന്നവരുടെ സലാം നബി മടക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നതാണ് ചോദ്യം. താടി എന്ന് പറയുന്നത് അത് വെക്കാനുള്ളതാണ്, അത് വടിക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുഖൗഖിസ് ഭരണാധികാരിയുടെ ദൂതന്മാര് വന്നപ്പോ
എല്ലാ ദൂതന്മാരും മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരെ നോക്കിയില്ല. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അങ്ങോട്ട് നിമിത്തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അവിടേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അതിന്റെ കാരണം അവർ പോയതിന് ശേഷം എന്താ മുഖത്ത് നോക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ താടി വടിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുഖത്ത് നോക്കിയിട്ട് ഹൗദുൽ കൗസറം കുടിക്കണം എന്ന പൂതിയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വടിക്കണ താടി കുറച്ചെങ്കിലും വെക്കാം, ഒരു ഗൂൾസം താടിയെങ്കിലും വെക്കാൻ നോക്കുക എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. താടിയുടെ വിഷയം ഗൗരവത്തോടു കൂടെ കാണാം. ഓൾക്ക് പറ്റൂലെങ്കിൽ മുത്തുനബിക്ക് പറ്റുന്നത് നോക്കുക എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ചിലക്കാർ പറയൽ എങ്ങനെ ഓൾക്ക് പറ്റൂല എന്നാ പറയല് അല്ലെ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഖുനൂത്ത്, മൗലിദ്, കൂട്ടുപ്രാർത്ഥന, സിയാറത്ത്, ഖുതുബിയ്യത്ത് ഒഴിവാക്കിയ, അതിനെ എല്ലാം എതിർക്കുന്ന അയലുവിനോടുള്ള സമീപന വ്യവസ്ഥ വിശദീകരിക്കാമോ എന്നതാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ദ്വാർപ്പിച്ചുകൊണ്ട് പോയ ആൾ മടങ്ങി വന്നപ്പോൾ ബിദ്അത്തുകാരനായി വന്നാൽ ബിദ്അത്തുകാരനോട് എങ്ങനെയാണ് ബിദ്അത്തുകാരെ എല്ലാ നിലക്കും വെടിയണം, അവരോട് വെറുപ്പ് വിചാരിക്കണം എന്നത് ദീനിന്റെ തീരുമാനമാണ്. ആ നിലക്ക് തന്നെയാണ് കാണേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മഹാന്മാരുടെ പേരിൽ സ്വതക്ക ചെയ്തും ഫാത്തിഹ ഹദിയ ചെയ്തും മഹാന്മാരിലേക്ക് അടുത്ത് അവരിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കുന്ന രീതി ഖുർആനോ ഹദീസോ ശാഫിഈ ഇമാമോ പഠിപ്പിച്ചിട്ടുണ്ടോ? ബന്ധുക്കൾക്ക് ചെയ്തത് ഹദീസിൽ ഉണ്ടോ? മഹാന്മാർക്ക് വേണ്ടി ചെയ്യുന്ന രീതി എങ്ങനെ വന്നതാണ് എന്നതാണ് ചോദ്യം. മഹാന്മാരുടെ പേരിൽ സ്വതക്ക ചെയ്തും ഫാത്തിഹ ഹദിയ ചെയ്തും മഹാന്മാരിലേക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്നുള്ളതാണ് സംഭവം. മരണപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യുക, ഹജ്ജ് ചെയ്യുക, നോമ്പ് ചെയ്യുക, ഒന്ന് സാധാരണ ബദനിയായ ഇബാദത്ത്, ഒന്ന് സാമ്പത്തികമായ ഇബാദത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു സഹാബി അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉമ്മി ഉഫ്തുതിലത്, എന്റെ ഉമ്മ ആകസ്മികമായി പെട്ടെന്ന് മരണപ്പെട്ടു. ആ മരണപ്പെട്ട എന്റെ ഉമ്മ അവിടുന്ന് വസിയ്യത്ത് ചെയ്യാൻ സമയം കിട്ടുമായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. സമയം കിട്ടിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തെങ്കിലും അവരുടെ പേരിൽ സ്വതഖ ചെയ്താൽ എനിക്ക് ഉപകരിക്കുമോ എന്ന് ഈ സഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിട്ടും. ഒരു കിണർ കുഴിച്ചു കൊടുക്കാനാ പറഞ്ഞത്. കിണർ കുഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സഹാബി കിണർ കുഴിച്ചു കൊടുത്തുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുമല്ലോ. അപ്പൊ വെള്ളം കൊടുക്കുക എന്നുള്ളത് നല്ല സംഭവമാണ്. ഈ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ കാപ്പിപ്പൊടിയും ചക്കരിയും ഇതൊക്കെ ഇട്ടിട്ട് കുലാവിയാക്കിയാൽ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ പറയണോന് സുഖമല്ല എന്നല്ലാതെ ഈ കാപ്പിപ്പൊടി കൂടെ സിർക്കുണ്ടാവില്ലല്ലോ, പഞ്ചാരി കൂടെ തീരെ ഇറങ്ങൂല. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സംഭവം തന്നെയാണ് അത്. പൂർവികരായ ആളുകൾ അങ്ങനെയാണ് ബന്ധുക്കൾ ചെയ്തത്. ഹദീസിൽ ഉണ്ടോ എന്നതാണ്, ഉണ്ട് എന്നത് തന്നെയാണ്. മരണപ്പെട്ടവരുടെ വീട്ടിൽ അന്നദാനം നടത്തിയതും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിന്റെ വിഷയം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ആ ചോദ്യത്തിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, ഇമാം ഷാഫി തങ്ങൾ ഖുതുബ പരിഭാഷയ്ക്ക് അനുകൂലിച്ചിട്ടുണ്ടോ? ഇല്ല, അറബി ഭാഷയിൽ ഖുതുബോധി അറബി ഭാഷയിൽ തന്നെ നിസ്കരിക്കണമെന്ന് നിസ്കരിച്ച ആളാണ് ഇമാം ഷാഫി തങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം മാത്രം ഉദ്ദേശിക്കുന്ന ഇഖ്ലാസും ഇതും തമ്മിൽ എതിരല്ലേ? ഒരു എതിരല്ല. അള്ളാഹു താലാന്റെ ദീനിനു വേണ്ടി അള്ളാഹു താലാക്കാണ് ഇബാദത്തിൽ. ഇപ്പൊ നബി തങ്ങളുടെ പേര് സലാത്തെല്ലാം പറഞ്ഞാൽ അത് ഇഖ്ലാസിനെതിരാ? അല്ല. അതങ്ങനെ തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഭാര്യയുമായി പിണങ്ങി നിൽക്കുന്ന ആൾ മറ്റൊരു വിവാഹാലോചനക്കിടെ ബ്രോക്കർമാരുടെ ചോദ്യം. എന്താണ് ചോദ്യം? നമ്മെ നിലവിലെ ഭാര്യയെ ഒഴിവാക്കിയോ എന്ന് പാർട്ടി ചോദിക്കുന്നു. അപ്പോൾ ഇവൻ പറയുന്നു ഒഴിവാക്കി എന്ന് പറഞ്ഞോ? ആര്? ബ്രോക്കർ പറയാം. ബ്രോക്കർമാരാണല്ലോ ഈ വക്കീലന്മാരും ബ്രോക്കർമാരാണല്ലോ ഓരോന്ന് പറഞ്ഞല്ലേ. അങ്ങനെ പറയാന് ഈ സംഭാഷണം കൊണ്ട് ഇല്ലാത്തത് പറയാൻ മാത്രമേ ഉദ്ദേശം ഉള്ളൂവെങ്കിൽ പ്രശ്നമാവുകയോ? പ്രത്യേകിച്ച് ഒന്നും കരുതാതെ പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്നതാണ് വിഷയം. അതായത് ഈ പറഞ്ഞതുകൊണ്ട് തലാഖ് സംഭവിക്കുമോ? ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ശരിഹായത് തന്നെയല്ലേ? ശരിഹായത് പെട്ടെന്നല്ല ഒഴിവാക്ക്, ഫിറാഖ് എന്നുള്ളത്. അപ്പോ വ്യക്തമായി പറയുന്നത്, അവനെ ഭാര്യയെ ഒഴിവാക്കി എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ നിയ്യത്ത് വേണ്ടതില്ല, ഒഴിവായി പോകും. സലാസുൻ ഹദുലുഹുന്ന ജിദ്ദുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ എന്നാണ്. 3 കാര്യം. അത് തമാസക്ക് പറഞ്ഞാലും കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ് എന്നാണ്.
ഇപ്പോ നമ്മൾ തമാസക്ക് ഞാൻ പറഞ്ഞു ഈ മൊബൈൽ ഇങ്ങക്ക് ഞാൻ 10 റുപ്യക്ക് വിറ്റു പറഞ്ഞു. മൂപ്പര് 10 റുപ്യക്ക് തരും ചെയ്താൽ പിന്നെന്താക്കരുത്, അതിന് എന്ന് പറയരുത്, കച്ചവടം സഹിഹയിക്കണു. അതേപോലെ തന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്റെ പാത്തുട്ടിന്റെ 3 നിലാക്കടോ ഞാൻ ചെല്ലി, ഞാൻ ഇപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെ കൂടും എന്നുള്ള എനിക്ക് എന്താണ് വെറുതെ തമാസക്ക് പറഞ്ഞതാ നിൽക്കുക, പഠിപ്പിക്കാനല്ല. ഇപ്പൊ വത്തുൽമീൻ ഓതി കൊടുക്കുമ്പോ എന്റെ ഭാര്യന്റെ 3 തലാക്കും ഞാൻ ചൊല്ലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഉസ്താദിന്റെ പെണ്ണുങ്ങളെ തലാക്ക് പോയി നല്ല ഇതിന്റെ മേന. ഹിക്കായത്തിന് പ്രശ്നമല്ലെങ്കിലും തമാസക്ക് പറഞ്ഞാലും ബൈഅ്, നിക്കാഹ്, ത്വലാഖ്. ഒരാള് ഇങ്ങനെ എന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ് പറഞ്ഞു, എന്നാ പെൺകുട്ടിക്ക് കെട്ടിച്ചു ചോദിച്ചു, എനിക്ക് കെട്ടിച്ചെന്ന് പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു പറഞ്ഞു. എന്തായി സംഭവം? അങ്ങനെയാണ്. നിക്കാഹിന്റെ സീഗ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോ ഇത് തമാശ ആക്കേണ്ടതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ആൾക്കാർ തലാക്ക് ചെല്ലിയിട്ടാണ് പിന്നെ ആലോചിക്കല്. ഇങ്ങോട്ട് പിന്നെ അതിനിങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെല്ലിയതല്ല, ഇങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലിയതല്ല. അപ്പൊ ഓളും അങ്ങനെയൊന്നും പറയണ്ടില്ല എന്നാണ് ഊൾക്കും. പിന്നെന്താണ് അയണ നേരത്ത് ഊൾക്കൊക്കെ പാടെ പ്രശ്നം. ചിലപ്പോ തലാക്ക് ചെല്ലാൻ കരുതിയ ഒരാൾ തന്നെ ചിലപ്പോ ഇനി എങ്ങനെ ഇത് ചെല്ലണ്ട് തന്നെ എന്തായാലും അവൻ അറിയില്ല. എങ്ങനെ ചെല്ലിയാലും പോകൂല. ചില ആൾക്കാരുടെ അടുത്ത് പോയാൽ 10 മണി കൊടുത്തു അത് പോയിട്ടില്ല എന്നറിയും. അപ്പൊ അങ്ങനെയല്ല, വിഷയം ഗൗരവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ചോദ്യം 1, ഇന്നലെ മുതലിൽ ഒരു ബർക്കത്തുണ്ടാവാൻ ഒരു ആയത്ത് പറഞ്ഞത് ശരിയായി കേട്ടില്ല, ഒന്നും കൂടി ആവർത്തിക്കുക എന്നാണ്. ഇന്നലെ ഏത് ബർക്കത്തുണ്ടാകാൻ പറഞ്ഞിരുന്നു? ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഏതൊരു ആയത്ത് പറഞ്ഞിരുന്നോ ഇന്നലെ? പറയണ കൂടുതൽ ഇങ്ങനെ പറയണതാണ്, ഓർമ്മല്ല. ബർക്കത്തുണ്ടാകാൻ വേറെയും കുറെ സംഗതികളുണ്ട്. ഇതാ വഖഅത്തി സൂറത്ത് ഊദ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ ക്യാഷിൽ ആയത്തല്ല മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് കടയിൽ കയറുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുപോലെ ആയത്തുൽ കുർസി ഇതൊക്കെ ഓതിയിട്ട് ഇങ്ങനെ മന്ത്രിക്കാൻ വേണ്ടി വിഷയമൊക്കെ പറഞ്ഞിരുന്നു. വയസ്സ് പ്രായമായ മകൻ ദീനി വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം നല്ലവണ്ണം ഉണ്ടായിട്ടും നമസ്കരിക്കാത്തതിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നില്ല, ജുമുഅക്ക് പോകും. ഈ കാര്യത്തിൽ ഭക്ഷണവും താമസവും മറ്റു സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. പിതാവും മാതാവും ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ്. നിസ്കരിക്കാത്ത ആൾക്കാർ പെരയിലുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഓരെ നിസ്കരിപ്പിക്കല് അത് നിർബന്ധമാണ്, അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ. എന്താണ് മുഅക്കദായത്? ഇതിനെക്കാട്ടിലെ 5 ബാക്കിയുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് 5 നമുക്ക് വിശദീകരിക്കാം. നിങ്ങൾ ഒരു ചെയ്തി തന്നാൽ അന്ന് വിശദീകരിക്കാം, ടൈമില്ല. ഇൻഷാ അല്ലാഹ് ഏറ്റവും മുന്തിയ സ്വലാത്താണ് ഒന്ന് ഇബ്രാഹിമിയ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ അത്തഹിയാത്തിൽ ചൊല്ലാറുള്ള കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, ഫിസ്വലാ, നിസ്കാരത്തിൽ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മളെ മജീദ് വരെയുള്ള സ്വലാത്താണ് ഏറ്റവും നല്ല സ്വലാത്ത്. ബാക്കി ഓരോ സ്വലാത്തുകൾക്ക് ഓരോ സംഗതികളുണ്ട്. അപ്പോൾ നിത്യജീവിതത്തിൽ ഓരോ സ്വലാത്ത് ചെല്ലണം. അപ്പൊ നിസ്കാരത്തിൽ ഫാത്തിഹയാണ് ഓതണ്ട്, അത്തഹിയാത്ത ഓതണ്ട് എന്ന് വെച്ചാൽ 2 ഓതണം എന്നതിന്റെ മറുപടി. ഫാത്തിഹ അത്തഹിയാത്ത ഉസാർ എന്ന് വെച്ചാൽ അത്തഹിയാത്തിനേക്കാൾ ഫാത്തിഹ എന്നാണ്. എന്നാൽ അത്തഹിയാത്ത ഓതണ സ്ഥാനത്തും കൂടി ഫാത്തിഹ ഓതാൻ പറ്റും. എന്താകുന്നുണ്ട്, അതിൻ്റെതായ സംഗതികളുണ്ട്. ആകാശത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തി എന്നുള്ളത് കൊണ്ട് അള്ളാഹ് ആകാശത്താന്ന് വരൂല. ഇപ്പോ ഇബ്നു തൈമിയ്യയും ഒരു വിഭാഗം തമ്മിൽ സംവാദം നടത്തിയ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ അള്ളാഹ് ആകാശത്താണെന്നുള്ളതിന് 4 ആയത്ത് ഓതി. അപ്പൊ ഈ ഒപ്പുള്ള ആൾക്കാർ അള്ളാഹ് ഭൂമിയിലാന്നുള്ളതിന് 8 ആയത്ത് ഓതി. അങ്ങനെ എന്താണ്, അങ്ങനെ മുകളിലാണ് താഴെയാണെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ നിസ്കരിക്കുമ്പോ അള്ളാഹിനോട് ഏറ്റവും അടുക്കൽ സുജൂദിലാണ്. അള്ളാഹ് ആകാശത്താണ്, ഖിയാമിലാണ് അടുക്കേണ്ടത് അല്ലേ? കാരണം ഖിയാമിൽ ആകാശത്തേക്ക് ഒന്നുകൂടി സുജൂദിനേക്കാൾ അടുപ്പുള്ളത്. അപ്പൊ പറഞ്ഞതാണ് അല്ലാഹു തആലക്ക് ഇന്ന സ്ഥലം എന്നുള്ളത് തീരുമാനിക്കാൻ പാടില്ല, ഇന്ന ഭാഗം എന്നുള്ളത് തീരുമാനിക്കുന്നവർ
കയ്യും കാലും നാക്കും മൂക്കൊക്കെ സങ്കല്പിച്ച് ഒരു സാങ്കല്പിക അർശിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബഹുദൈവാരാധകരെ പോലെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്നഹും ലമ്മാ അഖദു ഫില്ലാഹി മാ ലാ യലീഖു ബിഹി, അല്ലാഹുവിനെ കുറിച്ച് അവർ വേണ്ടാത്തത് ചിന്തിച്ചപ്പോൾ ഫകഅന്നഹും അതാഉ ദാത മൗസൂഫതൻ ബിസിഫാത്തില്ലതി തഖയ്യലുഹാ ഫഹും ഫിൽ ഹഖീഖത്തി മാ അബദുല്ലാഹ് വഇന്നമാ അബദു ദാലികൽ മുതഖയ്യൽ ലദി ലാ വജൂദ ല ഫലാ ജറമ അന്ന തിൽകൽ ഇബാദ ലാ തൻഫഉഹും അസ്സലാ. ചില ആളുകൾ കയ്യ് കാല് കണ്ണ് മൂക്ക് എന്നുള്ള നിലക്ക് സൃഷ്ടികളുടെ വിശേഷണത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഇബാദത്ത് എടുക്കേണ്ട അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാത്തത് കൊണ്ട് അവരുടെ ഇബാദത്തൊന്നും അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ആമിലത്തുൻ നാസിബ എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എങ്ങനെയാ അതേ രൂപത്തിലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കലാണ് വേണ്ടത്. വല്ലജുസുവൻ ദറകിൽ ഇദ്റാകി ഇദ്റാകു വൽ ബഹ്സു ഫീ സിർരി ദാത്തില്ലാഹി ഇശ്റാകു. അള്ളാഹുവിന്റെ ദാത്തിന്റെ സിറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തന്നെ അത് ശിർക്ക് വരെ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു വ്യക്തി ഈസാ നബി അലൈഹിസ്സലാം ഒരു മരഞ്ചെരുവിന്റെ അരികിലൂടെ പോയപ്പോൾ ഒരു വൃദ്ധനായ ആളെ കണ്ട സംഭവമല്ലേ? അത് കുറച്ച് പറയേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റന്നാ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അതൊരു വിശാലമായ സംഭവം. നമ്മുടെ ശരീരത്തിൽ ഒരു റൂഹ ഉണ്ടാക്കുക അല്ല, ഖദീസുവിന്റെ റൂഹ് അത് അബൂബക്കറിന്റെ തടിയിൽ ഉണ്ടാവൂല. അതങ്ങനെ തന്നെയാണ്. ഒറ്റ റൂഹ്, ഒരു റൂഹ ഉണ്ടാകുക നമ്മളെ തടിയിൽ. ഈ റൂഹാനി അറിയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വേറെ സംഗതിയാണ്. റൂഹാനി എന്നാൽ എന്താ? അത് വേറൊന്നാണ്. റൂഹ്, ഒരാൾക്കൊരു റൂഹ് ഉണ്ടാവും, ഒരാത്മാവ് അതുണ്ടാകും. بسم الله الرحمن الرحيم وما كان الله ليعذبهم وانت فيهم وما كان الله معذبهم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا إيمانكم ونوروا قلوبكم ورطبوا ألسنتكم بقولي لا إله إلا الله لا إله إلا الله لا إلا الله اللهم صل على سيدنا محمد وعلى آل سيدنا وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മത്തുർ-റഹീമീനായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഒത്തുകൂടലാഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്. യജമാനനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ സമയത്ത് ചോദിക്കുന്നതിന് ഉത്തരം നൽകണം അല്ലാഹ്. റബ്ബേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശിഫ പ്രദാനം ചെയ്യണം അല്ലാഹ്. അപകടങ്ങളിൽ അകപ്പെട്ടവർക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, സ്വദേശ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിലും സംരംഭങ്ങളിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. എല്ലാ മേഖലയിലും റാഹത്തും സലാമത്തും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. റബ്ബേ, ഹജ്ജ് ഉംറ സിയാറത്ത് ഒരുപാട് പ്രാവശ്യം നിർവഹിക്കാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. അർഹമുർ-റഹീമീനായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, എല്ലാം സഫലീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കൾക്ക് അനുയോജ്യരായ ഹലാലായ ഇണകളെ അടുപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ബറക്കത്തുള്ള വീടിന് സംവിധാനം നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും ദറജാ വർധനവും നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് തീരുമാനിക്കപ്പെടുന്ന അവധിയെത്തുമ്പോൾ ഞങ്ങൾ വരാനുള്ളവരാണ്. റാഹത്തോടു കൂടെ നല്ല നിലയിൽ കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. അർഹമുർ-റഹീമീനായ അല്ലാഹ്, പരലോകത്ത് സന്തോഷം നൽകണം റഹ്മാനെ. യജമാനനായ റബ്ബേ, ചോദിച്ച കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, മക്കൾ, ആര് ഞങ്ങളോട് എങ്ങനെ ഏതെല്ലാം നിലയിൽ ബന്ധമുണ്ടോ എല്ലാവരെയും ഉൾപ്പെടുത്തണം അല്ലാഹ്. ദുആ സ്വീകരിക്കണം തമ്പുരാനെ, ഖബൂലാക്കണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. دعاء وصية. السلام عليكم ورحمة الله.